Hello, good evening, my dears. Welcome to our examiner family. Yes, yes. Good evening, Miss, come fast. I came. ഇപ്പത്തിയേട്ടാ. Okay, നാളെ നമ്മുടെ എക്കണോമിക്സ് എക്സാം ആണ് അല്ലേ? Okay. Good evening. എനിക്ക് തോന്നുന്നു ക്വാർട്ടർലി എക്സാം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ ആർക്കും. വാട്ട് ഹാപ്പൻഡ്? ഓക്കെ. ഗുഡ് ഈവനിങ് മിസ്. അതാ ഞാൻ എത്തി കേട്ടോ. നമ്മളൊക്കെ അറിയാം, നമുക്ക് മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ അല്ലേ? അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നിന്നും മക്കളെ 80 മാർക്കിന് പരുവപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം വേണ്ടേ? കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് 3 ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. യെസ് വിഷ്ണു. യെസ് മിസ് യു. ഓക്കെ, ദേവക്. അപ്പോൾ നമ്മുടെ ഫ്രീഡം ഓഫറിനെ കുറിച്ച് ആദ്യം പറയട്ടെ. ഇത് നമ്മുടെ ജ്വാല ബാച്ചിനെ കുറിച്ചാണ്. 26-27 ജ്വാല ബാച്ച്. മക്കളിത് കണ്ടോ? ഇത് ഓൺലൈൻ ട്യൂഷൻ. ഇതിപ്പോൾ നമുക്കൊരു നമ്മുടെ ഫ്രീഡം ഓഫർ പ്രകാരം നമുക്ക് കണ്ടോ 5,990 എന്നുള്ളത് ഇപ്പം 5,299 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ ക്ലാസ്സിൽ, അതായത് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതായത് ഷോർട്ട് ടോപ്പിക്, ഇങ്ങനെ ചെറിയ കുഞ്ഞ് 10 മിനിറ്റ് വീതം, അല്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റുള്ള ഒരു ഷോർട്ട് വീഡിയോ, അതേ പ്രസൻറ്റേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ സൊല്യൂഷൻ, റിവിഷൻ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, ലൈവ് ക്ലാസ്സസ്, അങ്ങനെ എല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. യെസ്. ലൈവ് ക്യാൻ ഫുൾ മാർക്ക് കിട്ടുമോ മിസ്? ലൈവ് ശ്രദ്ധിച്ചാൽ ഫുള്ള് മാർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ് ടു യു അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, കാണാം ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അയ്യോ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മയിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് മിസ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കിയേട്ടെ, നമുക്ക് ഇനിയും സമയമുണ്ട് അല്ലേ? നമുക്കിപ്പം ഓഗസ്റ്റ് ആയിട്ടേ ഉള്ളൂ. സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ കിടക്കുകയാണ്. ബാച്ചിൽ കഴിയുന്നതും ജോയിൻ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ കംപ്ലീറ്റ് ഇൻഫർമേഷനും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ക്യാൻ വി സ്റ്റാർട്ട് അവർ ക്ലാസ്? ഇതിൽ നമുക്കിവിടെ ഈ ക്വാർട്ടർലി എക്സാമിനേഷൻ മിസ് ആദ്യമേ പറഞ്ഞു മൈക്രോ എക്കണോമിക്സിൻ്റെ 3 ചാപ്റ്റർ ആട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കയറാം. മക്കൾ ഒരു കാര്യം ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്നിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് ഉണ്ടെങ്കിൽ യു ടൈപ്പ് ചെയ്തോളൂ, പഠിക്കാം കേട്ടോ. യെസ്, ഗുഡ് ഈവനിങ്. കുറേ പേരൊക്കെ നമ്മളെ പരിചയമുള്ള വരുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്തൂടെ? നിങ്ങൾക്ക് എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ? കേൾക്കാമല്ലോ, ഓണാണെന്ന് തോന്നുന്നു. യെസ്, കേൾക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ മിസ്. പെട്ടെന്ന് നമുക്ക് നോക്കാം, പെട്ടെന്ന് തീർക്കണം. 3 ചാപ്റ്റർ ഇല്ലേ? സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ നല്ല ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ഓഡിബിൾ, ക്ലിയർ. അപ്പോൾ നോക്കിയേ, ടു ജോയിൻ എക്സാം വിന്നർ മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, the book Wealth of Nation was published in the year of. അതായത് നമുക്കറിയാം ദ ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണല്ലേ? ആഡം സ്മിത്ത് എഴുതിയ ബുക്കിന്റെ പേരാണ് മക്കളെ എന്ത്? വെൽത്ത് ഓഫ് നേഷൻ, എ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ്. പക്ഷേ നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കുക വെൽത്ത് ഓഫ് നേഷൻ. അത് എഴുതിയ വർഷം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് 1776. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി 1876 അങ്ങനെ എങ്ങനെയൊക്കെ തരും കേട്ടോ. ഓർത്ത് വെക്കണം, 1776 ജാംബോന്റെ കാലത്തുള്ള സാധനം. ഓക്കെ, നൗ ദ ബുക്ക് വെൽത്ത് ഓഫ് നേഷൻ വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോളൂ. ദ ഹൂം ടു പ്രൊഡ്യൂസ്. ഓക്കെ, ടെൻഷൻ ഒന്നും ആവരുത്, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ശ്രദ്ധിക്കണേ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഇസ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു വാട്ട്? നമുക്കറിയാം സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് 3 ഉണ്ട് അല്ലേ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്. അതിൽ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വെരി ഗുഡ്. സി, അഭിജിത്ത് അല്ലേ പറഞ്ഞത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇടയിൽ വിതരണം ചെയ്യപ്പെടുന്ന നാഷണൽ ഇൻകത്തിൻ്റെ അതാണ് നമ്മൾ ഹൂം ടു പ്രൊഡ്യൂസ് കേട്ടോ. ഇത് ചോദിക്കുകയെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ എവിടെ നിന്നും കടന്നു വരാം.
Now comes an example of microeconomic variable. Microeconomics in example endana national income aano, GDP aano, national NDP aano, individual income aano. Individual മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് എടുത്തുള്ള പഠനമാണല്ലേ. അപ്പോൾ ഇത് ഡി ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഇൻകം, വ്യക്തികൾ, അതെ ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികളുടെ വരുമാനത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് നമ്മുടെ യെസ്. ഇനി അടുത്തത് ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് ഫ്രോണ്ടിയർ. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ കേട്ടോ. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ? എന്താണ്? ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്. കണ്ടോ, രണ്ട് കമ്മോഡിറ്റീസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ which can be produced by the economy using available resources and technology. അതായത് നമ്മുടെ രാജ്യത്തുള്ള ടെക്നോളജിയും റിസോഴ്സസും വെച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാവുന്ന കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സിനെ വിളിക്കുന്നതാണ് നമ്മുടെ എന്ത് PPC അല്ലെങ്കിൽ PPF. ഡെഫിനിഷൻ ചിലപ്പം ചോദിക്കും, ഡിഫൈൻ കേട്ടോ. അപ്പോൾ ഇനി ഒന്നും അറിയില്ല എന്ന് വിചാരിക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഒരു PPC കർവ് ഇങ്ങനെ അങ്ങോട്ടേക്ക് വരച്ചിടുക നമ്മുടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഒരു PPC കർവ്, ഇറ്റ് ഈസ് കോൺകേവ് ടു ദ ഒറിജിൻ അല്ലേ. ഇതെന്താണ്? കോൺകേവ് ആണ്. ഇങ്ങനെ ഒരു സാധനം വരച്ചിട്ടിട്ട് ഇങ്ങോട്ട് പോരുക കേട്ടോ. ഇതാണ് ഡെഫിനിഷൻ ഓഫ് PPC അല്ലെങ്കിൽ PPF. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ ദ ഔട്ട്ലൈൻ ഓഫ് PPC. അതായത് PPC വരയ്ക്കണം, ഒരു ഔട്ട്ലൈൻ, പോയിന്റ് ഒന്നും പ്ലോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് യു ഡ്രോ എ PPC. എന്നിട്ട് മാർക്ക് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. എന്നിട്ട് ഈ പറയുന്ന A, B, C എന്ന് പറയുന്ന ഈ 3 സിറ്റുവേഷൻ എന്ത് ചെയ്യണം മക്കളെ, ആ PPC കർവിൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഡ്രോ X ആൻഡ് Y ആക്സിസ്. ഇവിടെ നമ്മൾ ഓക്കെ, ഇവിടെ X ആക്സിസ്, ഇവിടെ Y ആക്സിസ്. ആദ്യം ഇതങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ വീറ്റ്, രണ്ട് കമ്മോഡിറ്റി എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇവിടെ നമ്മൾ റൈസ് എന്ന് എഴുതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വി ആർ ഡ്രോയിങ് ഒരു PPC കർവ് വരച്ചു. അപ്പം നമ്മുടെ ഒരു ഇമാജിനറി PPC കർവ് ആയി. essay ക്വസ്റ്റ്യൻ പറയും, essay ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു തരും. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് essay ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു തരാം കേട്ടോ. വെയിറ്റ് ഓക്കെ, അത് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ടോപ്പിക്കിന്ന് മാത്രം ചോദിക്കാനുള്ള essay ഇല്ല. അപ്പം 2 ടോപ്പിക്ക് കമ്പൈൻ ചെയ്തിട്ട് ചിലപ്പം ചോദിക്കും. അത് മിസ് പറഞ്ഞു തരാം. ഇതിപ്പം മിസ് എടുക്കുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്ററിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ചാപ്റ്ററിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ പറയും ഫസ്റ്റ് ചാപ്റ്ററിന് essay ക്വസ്റ്റ്യൻ ഈ സംഭവങ്ങൾ കമ്പൈൻ ചെയ്യുമെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ ഉള്ളൂ. ഇടയ്ക്കത് വിട്ടുപോയാൽ കഴിഞ്ഞ്. ഓക്കെ, +1 +1 ഉണ്ടായപ്പോൾ ലൈവ് വരുന്നു. ഓക്കെ, അപ്പം ഞാനൊരു PPC കർവ് വരച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? PPC കർവ് ഞാൻ വരച്ചു. ഇനി ഞാൻ ആ ഫസ്റ്റ് സിറ്റുവേഷൻ മാർക്ക് ചെയ്യാണ്. ആ സിറ്റുവേഷൻ ഏതാ? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളർ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സസ് മൊത്തം നമ്മൾ ഉപയോഗിച്ചു. അതിനെ ഞാനിവിടെ അതായത് ഓൺ ദ PPC കർവ്. ഈ PPC കർവിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പോയിന്റ് മാർക്ക് ചെയ്യാം. അതായത് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. സിറാജ് സാർ വരും കേട്ടോ. അതാണ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി മൂന്നാമത്തെ എന്താ മക്കളെ? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയാണ്. അണ്ടർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലേ, താഴെ. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് B എന്ന് എഴുതിയാൽ മതി. ഇനിയുള്ളത് ഇൻക്രീസ് ഓർ ഓവർ യൂട്ടിലൈസേഷൻ ഓർ ഇൻക്രീസ് ഇൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും PPC കർവിൻ്റെ പുറത്തുള്ള ഏത് പോയിന്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ സാധാരണ ഇങ്ങനെയല്ല ചോദിക്കുക, പക്ഷെ ഇതിങ്ങനെയും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇത് സാധാരണ ഇങ്ങനെ പോയിന്റ് തന്നിട്ട് വാട്ട് ഡു യു മീൻ ബൈ ദിസ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഓൺ ദ PPC കർവിൽ ഫുള്ളർ യൂട്ടിലൈസ്ഡ്, അതായത് PPC കർവിന് താഴെ ഉണ്ടെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ, PPC കർവിൻ്റെ മുകളിൽ ഇവിടെയൊക്കെയാണ് പോയിന്റ് എങ്കിൽ അതിനെ ഇൻക്രീസ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ PPC കർവ്, ഇമാജിനറി PPC കർവ് ആണ്. ആ PPC കർവിൽ ഈ 3 പോയിന്റും എങ്ങനെ ചോദിച്ചാലും പഠിച്ചു വെക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ കഴിവ്. ഈ ഒരു സാധനം പഠിച്ചാൽ പിന്നെ മക്കളെ ഈ ഡയഗ്രാം തന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ക്വസ്റ്റ്യൻ തന്നിട്ട് ഇങ്ങനെയും ചോദിക്കാം. അപ്പം നിങ്ങൾ ഇത് അറിയണം, അതാണ് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ കഴിയണം. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്.
അടുത്തത് എന്താണ് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്? മക്കളെ ഒരു 3-4 ഡിഫറൻസ് എന്തായാലും പഠിക്കണം കേട്ടോ. അതിൽ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ, ചെറുത്. മൈക്രോ മീൻസ് ലാർജ്, വലുത്. ഓക്കെ, മൈക്രോ ഇക്കണോമിക്സ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ സ്റ്റഡി. ഇൻഡിവിജ്വൽ അതായത് ഒറ്റയ്ക്ക് എടുത്ത് പഠിക്കുന്നതാണ് നമ്മൾ എന്ത് മൈക്രോ ഇക്കണോമിക്സ്. ബട്ട് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആഗ്രിഗേറ്റ്. മക്കളെ ആഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ, മൊത്തത്തിൽ എടുത്ത് പഠിക്കുന്നു. ഇനി മൈക്രോ ഇക്കണോമിക്സ് ഗീവ്സ് പാർഷ്യൽ ഈക്വിലിബ്രിയം. പാർഷ്യൽ എന്ന് പറഞ്ഞ മീനിങ് തന്നെ പകുതി അതൊക്കെയാണ് കേട്ടോ. അത് പാർഷ്യൽ ഈക്വിലിബ്രിയം ആണ്. ബട്ട് മാക്രോ ഇക്കണോമിക്സ് ഗീവ്സ് വാട്ട്? ജനറൽ ഈക്വിലിബ്രിയം, മൊത്തത്തിൽ. ഓക്കെ, അതാണ് ജനറൽ ഈക്വിലിബ്രിയം. ഇനി അടുത്തത് മൈക്രോ ഇക്കണോമിക് പ്രൊവൈഡ്സ് വേംസ് ഐ വ്യൂ. മക്കളെ വേംസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ കണ്ണ് നമുക്ക് കാണാൻ കഴിയോ? ഇല്ല. അത്രയ്ക്ക് ചെറിയ പഠനമാണ് മൈക്രോ ഇക്കണോമിക്സിൽ വരിക. പക്ഷെ മാക്രോ എന്ന് പറയുമ്പോൾ ബേർഡ്സ് ഐവാ, അതായത് ഈ വേംസിനേക്കാളും കുറച്ചും കൂടെ വലുതാണല്ലോ പക്ഷി, അതിൻ്റെ കണ്ണിൻ്റെ അത്രയെങ്കിലും പഠിക്കും. ഏത്? മാക്രോ ഇക്കണോമിക്സ്. ഇതൊരു ഇങ്ങനെ കമ്പയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. അത് പരീക്ഷയ്ക്ക് വരും കേട്ടോ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് മാർക്കറ്റ് ഇക്കോണമി. ഇതൊന്നും വരും കേട്ടോ. മാർക്കറ്റ് ഇക്കോണമി ആൻഡ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഇതും 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. 2 മാർക്കിനാണെങ്കിൽ 2 പോയിന്റ് എഴുതണം, 3 മാർക്കിനാണെങ്കിൽ 3 പോയിന്റ് എഴുതണം. ഓക്കെ, അപ്പോൾ നോക്കിയേ, മാർക്കറ്റ് ഇക്കോണമിയും സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മക്കളെ നോക്കിയട്ടെ. മാർക്കറ്റ് ഇക്കോണമിയുടെ വേറെ പേരാണ് ക്യാപിറ്റലിസം. അത് 1 വേർഡും ചോദിക്കാം. ഓക്കെ, അത് 1 വേർഡും ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ഈ നമ്മളിപ്പം ശരിക്കും പഠിക്കുന്നത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ്. അതായത് ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള ഡിഫറൻസാണ്. പക്ഷേ ഇതിന്ന് തന്നെ മക്കളെ 1 വേർഡിനും ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ പറയും ഇങ്ങനെയും ചോദിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം കേട്ടോ. മാർക്കറ്റ് ഇക്കോണമിയുടെ വേറെ പേരാണ് മക്കളെ എന്ത്? ക്യാപിറ്റലിസം, മുതലാളിത്ത വ്യവസ്ഥ കേട്ടോ. ഇനി സോഷ്യലിസം എന്ന് പറയുന്നതിൻ്റെ വേറെ പേരാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. മക്കളെ ക്യാപിറ്റലിസം, മുതലാളിത്ത വ്യവസ്ഥ എന്ന് കേട്ടുമ്പോൾ നിങ്ങൾ അമേരിക്ക, ട്രംപിനെ ആലോചിക്കുക കേട്ടോ. സോഷ്യലിസം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റഷ്യ, ചൈന, അതൊക്കെയാണ് നമ്മുടെ എന്ത് സോഷ്യലിസ്റ്റ് കൺട്രീസ് കേട്ടോ. അവരെ ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്താണ് അമേരിക്കയിൽ നടക്കുന്നത്? ഓണർഷിപ്പ് ബൈ പ്രൈവറ്റ് സെക്ടർ. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസത്തിൽ എല്ലാ സാധനങ്ങളും ആരുടെ കീഴിലാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, സ്വകാര്യ വ്യക്തികളുടെ കീഴിലാണ്. പക്ഷേ ഒരു സോഷ്യലിസത്തിൽ എവറിതിങ് ഓണർഷിപ്പ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റിനാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഗവൺമെന്റിനാണ് എന്ത് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഓണർഷിപ്പ് എല്ലാവരും ഗവൺമെന്റിൻ്റെ അടുത്താ. ഇനി ഒരു ക്യാപിറ്റലിസത്തിന്റെ മെയിൻ എയിം എന്താണെന്നറിയോ? പ്രോഫിറ്റ് മോട്ടീവ്. ട്രംപിനെ ആലോചിച്ചോളൂ, പ്രോഫിറ്റ് മോട്ടീവ്, അതായത് ലാഭം ഉണ്ടാക്കണം. പക്ഷേ ഒരു സോഷ്യലിസത്തിന്റെ മെയിൻ എയിം എന്താണ്? വെൽഫെയർ ആണ്, ജനങ്ങളുടെ ക്ഷേമത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം ഇതൊക്കെ മുതലാളിമാരുടെ കയ്യിലെല്ലാണ് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടുതലാണ്. പക്ഷെ ഇവിടെ അങ്ങനെ പാവങ്ങൾ കോമ്പറ്റീഷനൊന്നുമില്ല. കാരണം എന്താണ്? ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് വേണമെന്ന്, അത് അങ്ങോട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കളികളൊന്നുമില്ല. ഓക്കെ, ഇവിടെ അതേപോലെ ഗവൺമെൻറ്റിന് റോളൊന്നുമില്ല. എവിടെ? ഈ ക്യാപിറ്റലിസ്റ്റ് വലിയ റോളൊന്നുമില്ല. പക്ഷേ ഇവിടെ നോ പ്രൈവറ്റ് ഓണർഷിപ്പ്. ഇവിടെ പ്രൈവറ്റുകാർക്കും ഓണർഷിപ്പ് ഇല്ല. മക്കളെ ഇതിൽ പരീക്ഷയ്ക്ക് ചോദ്യം 1 വേർഡ് എന്ന് ചോദിക്കാം. ഇതിപ്പോൾ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം എന്ന് ചോദിച്ചാൽ ഇത് തന്നെ. ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്ന് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം എന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതുക. ഇത് ക്യാപിറ്റലിസം, ഇതെന്താണ്? സോഷ്യലിസം കേട്ടോ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ് മക്കളെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൽ ചോദിക്കുന്ന 1 വേർഡ് എന്താണ്? മക്കളെ നമുക്കറിയാം there are so many central problems അല്ലേ? ആ സെൻട്രൽ പ്രോബ്ലം വാട്ട് ടു, ഹൗ ടു, ഹൂം ടു എന്ന് പറഞ്ഞ സംഭവങ്ങളില്ലേ, അത് ഇവിടെ ആരാ സോൾവ് ചെയ്യുക? ഇവിടെ ആരാ സോൾവ് ചെയ്യാന്ന്? എവിടെ? ഒരു ക്യാപിറ്റലിസത്തിൽ ആരാണ് ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്
അവിടെ പ്രൈസ് മെക്കാനിസം ഈ വേർഡ് ശരിക്കും പഠിച്ചു വെച്ചോളുക. ആരാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിനൊന്നും റോൾ ഇല്ലല്ലോ. അപ്പോൾ ആരാണ് തീരുമാനിക്കുക? പ്രൈസ് മെക്കാനിസം. ഒരു ക്യാപിറ്റലിസത്തിൽ ഇവർ തീരുമാനിക്കും. നേരെ മറിച്ച് ഒരു സോഷ്യലിസത്തിൽ ആരാണ്? അവിടെ ആൻസർ കിട്ടി. യെസ്, ഗവൺമെൻറ് വിൽ ഡിസൈഡ്. എന്തുണ്ടാക്കണം, ആർക്കുണ്ടാക്കണം, ആർക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ ആര് തീരുമാനിക്കും? ഗവൺമെൻറ് തീരുമാനിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ഒരു വൺ വേർഡിനും മക്കളെ ചാൻസ് ഉണ്ട്. ഇനി ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൈസ് മെക്കാനിസത്തിന് പകരം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് എന്നായിരിക്കും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി തരുന്നതാണ്. അപ്പം നമ്മൾ പ്രൈസ് മെക്കാനിസം എന്നാണല്ലോ പഠിച്ചു പോയത്, അത് അവിടെ കാണാനില്ലല്ലോ ഓപ്ഷനിൽ എന്ന് വെച്ചാൽ ടെൻഷൻ ആവരുത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് അത് ഓട്ടോമാറ്റിക്, അതുണ്ടെങ്കിൽ അതാണ് ആൻസർ. അപ്പം ഇത് രണ്ടും ഓർത്ത് വെച്ചോളുക. പ്രൈസ് മെക്കാനിസവും അതേപോലെ എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് കേട്ടോ. ഇവിടെ ഗവൺമെൻറ് സോഷ്യലിസം എന്ന് കാണുമ്പോൾ ഗവൺമെൻറ് എന്ന് ആലോചിക്കുക. ഇവിടെ കാണുമ്പോൾ പ്രൈവറ്റ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇതാണ് സോഷ്യലിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഡിഫറൻസ്. Now comes explain any two central problems of an economy. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇത് ഞാൻ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ തീർത്ത് തരും കേട്ടോ. ഓക്കെ, that's why I'm running. Okay, explain any two central problems of an economy. സാധാരണ പിള്ളേർ സെൻട്രൽ പ്രോബ്ലം വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് എന്നൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് ഹെഡിങ് മാത്രം എഴുതി വെച്ച് വരും. ആ ഹെഡിങ്ങിന് മാർക്ക് കൊടുക്കൂല. ചിലപ്പം 1 മാർക്കൊക്കെ കിട്ടുള്ളൂ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് അങ്ങനെ പോകും. ചിലപ്പോൾ ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്കായി പോകും. അതുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ എന്ന് കണ്ടാൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ ഇനിയിപ്പം 2 മാർക്കിനാണെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫിനിഷ്. പക്ഷെ 4 മാർക്കിനാണെങ്കിൽ പോരാ കേട്ടോ. നോക്കിയേ, സെൻട്രൽ പ്രോബ്ലംസ് ആദ്യത്തത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്തുണ്ടാക്കണം അല്ലേ? ഇത് ആര് തീരുമാനിക്കും? നോക്ക്, ഇക്കോണമി ഷുഡ് ടേക്ക് എ ഡിസിഷൻ അബൌട്ട് വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് ഷുഡ് ബി പ്രൊഡ്യൂസ്. അതായത് ഒരു രാജ്യം തീരുമാനിക്കണം ആ രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അല്ലേ? അത് തീരുമാനിച്ച് അതിനനുസരിച്ച് വേണം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആണല്ലോ. അതിപ്പോൾ ഓരോ രാജ്യത്തിനും തീരുമാനിക്കാം. അവിടെയാണ് മക്കളെ ദ റിസോഴ്സ് അലോക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് വിഭവങ്ങളുടെ അലോക്കേഷനാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പം ഗോതമ്പാണ് അത്യാവശ്യം എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കുറേ വിഭവങ്ങൾ നമ്മൾ ഗോതമ്പിന് വേണ്ടി മാറ്റിവെക്കണം. ഇപ്പം അതേപോലെ നമുക്ക് വേണ്ടത് കുറേ ചോക്ലേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചോക്ലേറ്റിന് വേണ്ടി മാറ്റിവെക്കണം. ഇനി കുറേ കളിപ്പാട്ടാണ് വേണമെങ്കിൽ കളിപ്പാട്ടത്തിന് വേണ്ടി മാറ്റിവെക്കണം, വേണ്ടേ? അതാണ് ഈ റിസോഴ്സ് അലോക്കേഷൻ. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്നറിയോ? ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് സെക്കൻഡ് പ്രോബ്ലം. ഇത് 3 മാർക്കിനോ 4 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതാ മിസ് നേരത്തെ പറഞ്ഞത്, മിസ്സാക്കണ്ട, ഞാനിത് ഓരോന്ന് തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് ഇത്ര മാർക്കിന് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് 8 മാർക്കിൻ്റെ എസ്സേ ഒന്നും ചോദിക്കൂല കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലമാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ എപ്പടി പ്രൊഡ്യൂസ് ചെയ്യും, എങ്ങനെ ഉണ്ടാക്കും. ഇപ്പം ഒരു രാജ്യത്ത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 2 ടെക്നോളജി, അതായത് ഒന്ന് ലേബർ ഇൻറ്റൻസീവും രണ്ടാമത്തത് ക്യാപിറ്റൽ ഇൻറ്റൻസീവും ആണ്. എന്താണെന്നറിയോ? ലേബർ ഇൻറ്റൻസീവ്, കൂടുതൽ ലേബറേഴ്സിനെ വെച്ച് പണിയെടുപ്പിക്കുക. ഇപ്പം എനിക്ക് ഗോതമ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലേബറേഴ്സിനെയൊക്കെ വിളിച്ച് അങ്ങോട്ട് പണിതോളൂ എന്ന് അങ്ങോട്ട് പറയും. അങ്ങനെ ഞാൻ കൂടുതൽ ലേബറേഴ്സിനെ വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലേബർ ഇൻറ്റൻസീവ് അല്ലേ? ഈ സെയിം സാധനം ഗോതമ്പ് എനിക്ക് എന്ത് ചെയ്യാം? ലേബറേഴ്സിന് വെക്കണ്ട അധികം. എനിക്ക് എന്ത് ചെയ്യാം? മെഷീൻസ് പോട്ടെ, ട്രാക്ടർ, കമ്പൈൻഡ് മെഷീൻസും ഒക്കെ അങ്ങോട്ട് ഇറക്കാം, ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ അതിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. അതായത് യൂസിങ് മെഷീൻസ്. കൂടുതൽ മെഷീൻസ് ഉപയോഗിച്ചാൽ ക്യാപിറ്റൽ, കൂടുതൽ ലേബറേഴ്സിന് ഉപയോഗിച്ചാൽ ലേബർ, അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നീക്ക്. ക്ലിയർ ആയോ മക്കളെ? ഇവിടെ നിന്ന് ഒരു 1 വേർഡ് ചോദിക്കും. എന്താ? അതായത് ചോയ്സ് ഓഫ് ടെക്നോളജി. ശ്രദ്ധിച്ചേ, ഇവിടെ 1 വേർഡിനും ചാൻസ് ഉണ്ട്. അതായത് ചോയ്സ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ചോയ്സ് ഓഫ് ടെക്നോളജി ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, ഏത് സെൻട്രൽ പ്രോബ്ലംസുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ് ആണല്ലോ അല്ലേ? ടെക്നോളജി, സെലക്ഷൻ ഓഫ് ടെക്നോളജി, ചോയ്സ് ഓഫ് ടെക്നോളജി ഏതുമായിട്ട് റിലേറ്റഡ്, ഏത് സെൻട്രൽ പ്രോബ്ലംസുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം അത് ഹൗ ടു പ്രൊഡ്യൂസ് കേട്ടോ.
ഇനി അടുത്ത് മൂന്നാമത്തെയാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ആർക്കാ ഉണ്ടാക്കേണ്ടത്? ദാറ്റ് ഈസ് ഹൂം ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടി ഉണ്ടാക്കണം? ഇവിടെയാണ് മക്കളെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ആരുടെ ഇടയിൽ വിതരണം ചെയ്യും, അവിടെയാണ്, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കണം. അത് നമ്മൾ ഈ ഇതിൽ സഹായിച്ചവർക്കെല്ലാം കൊടുക്കണം, വേണ്ടല്ലേ? കൊടുക്കണം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ, സ്ക്വിറൽ മിസ് +1 എക്കണോമിക്സ് ഫുൾ മാർക്ക് ഉണ്ട്, 80 അവിടെ. കൺഗ്രാജുലേഷൻ മൈ ചൈൽഡ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയറും നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? വേണം. അതാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 3 സെൻട്രൽ പ്രോബ്ലം? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്. 2 എണ്ണേ ചോദിച്ചുള്ളൂ, ഞാൻ 3 എണ്ണം തന്നിട്ടുണ്ട്. ഇനി 3 എണ്ണം ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നൗ അനദർ ക്വസ്റ്റ്യൻ. മൈക്രോ ഇക്കണോമിക്സ് ഓൾസോ നോൺ ആസ് ഡാഷ്. ആർക്കറിയാം ഉത്തരം? പറഞ്ഞോളൂ. ഹൂ നോസ് ദ ആൻസർ? ആർക്കെങ്കിലും അറിയോ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിറ്റി? ട്രിവാൻഡ്രം. യെസ്, അതാണ് അതിൻ്റെ ആൻസർ. വാട്ട് ഈസ് ദ അനദർ മൈക്രോ ഇക്കണോമിക്സ് ഓൾസോ നോൺ ആസ്? ആർക്കെങ്കിലും അറിയോ? ഇല്ല അല്ലേ? ഞാൻ തന്നെ എഴുതാം. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? പ്രൈസ് തിയറി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വാട്ട്? പ്രൈസ് തിയറി. വെരി ഗുഡ്. Okay, this is also known as price theory. So, second question. Next question. Complete the table. Yes. ഇത് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആണ് ശരിക്കും. What is complete the table? ഇവിടെ ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ, റിവാർഡ്സ് എന്താണ്? ലാൻഡിന് കിട്ടുന്ന റിവാർഡ് എന്താണ് മക്കളെ? റെന്റ് അല്ലേ? ലാൻഡ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കൊടുക്കാം? റെന്റ് അല്ലേ? Miss, I didn't get a scholarship because I was in the hospital. Oh my God. ഓക്കെ, ലേബറിന് കൊടുക്കുന്ന എന്താ? ഇപ്പം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ മക്കളെ കിട്ടുന്നത്? വേജസ്. അല്ലെങ്കിൽ വി ഗെറ്റ് വാട്ട്? സാലറി അല്ലേ? നമുക്ക് സാലറി കിട്ടും. അത് തന്നെ. ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡ് എന്താ മക്കളെ? ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ്. യെസ്, ഓർഗനൈസർക്ക് എന്ത് കിട്ടണം? ഹി നീഡ്സ് പ്രോഫിറ്റ് കിട്ടണ്ടേ? ഇതാണ് റിവാർഡ്സ്. കണ്ടോ? ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറന്നു പോവരുതേ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഓവർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മൾ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ് പഠിക്കണം കേട്ടോ. അതാണ്. പിന്നെ സെൻട്രൽ പ്രോബ്ലംസ് അതൊന്നും essay ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം നമ്മളിനി സെക്കൻഡ് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് കൺസ്യൂമർ ഇൻകം ഇൻക്രീസസ്, അതായത് കൺസ്യൂമറിൻ്റെ വരുമാനം കൂടുമ്പോൾ, ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. കൺസ്യൂമറിൻ്റെ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സിന് എന്ത് സംഭവിക്കുന്നു മക്കളെ? വാട്ട് ആർ ഇൻഫീരിയർ ഗുഡ്സ്? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ താണതരം വസ്തുക്കൾ, ഭക്ഷ്യധാന്യങ്ങളെയാണ് നമ്മൾ ഇൻഫീരിയർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് സുപ്പീരിയർ. അരിയും ഗോതമ്പൊക്കെ സുപ്പീരിയറാണ്. നേരെ മറിച്ച് ബജ്ര, റാഗി, മില്ലറ്റ്സ് അങ്ങനെ പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ഇൻഫീരിയർ കമ്മോഡിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നത്. നമ്മുടെ ഇൻകം കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുമോ? ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുമോ? നമ്മളെന്നാൽ അങ്ങനെ പൊട്ടന്മാരായിരിക്കും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലേടോ? നമ്മൾ വരുമാനം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ല നല്ല സാധനങ്ങളല്ലേ മേടിക്കുക, അല്ലാതെ ഏറ്റവും അഡാപ്പ് സാധനം മേടിക്കുകയോ? ഇല്ല കേട്ടോ. ഡസൻ മാറ്റർ, സാരല്ല, നമുക്ക് മാനേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. ഡാഷ് റെപ്രസെന്റ് ദ വാല്യൂ ഓഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഓക്കെ, ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് മക്കളെ ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നതാ അല്ലേ? നിങ്ങളിങ്ങനെ ഡയഗ്രാം വെച്ചാൽ ഡിമാൻഡ് കർവ് ഇങ്ങനെ ഇരിക്കുന്നതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്തിനോട് ഈക്വൽ ആണ്? കമോൺ, 1 ആണെങ്കിൽ യൂണിറ്ററി ആണ്. നോ, ബി ആണോ? ബി എന്ന് പറയുന്നത് ഇതല്ലേ? ED=1 അല്ലേ? അത് യൂണിറ്ററിയാ. ഇലാസ്റ്റിസിറ്റി 1 അല്ലേ? ഇത് യൂണിറ്ററി എന്നൊന്നുമില്ലല്ലോ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇൻഇലാസ്റ്റിക്, ദർ ഇസ് നോ ചേഞ്ച് വാട്ട് എവർ മേ ബി ദ പ്രൈസ്. യെസ്, കറക്റ്റ്. അതായത് പ്രൈസ് എന്തുമായിക്കോട്ടെ, ഡിമാൻഡിൽ ഒരു മാറ്റവും ഇല്ല. സോ ദാറ്റ് ഈസ് 0. യെസ്, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? 0. നേരെ മറിച്ച് കുഞ്ഞുങ്ങളെ ഇവിടെ ഇലാസ്റ്റിക് ആണെങ്കിൽ ഇൻഫിനിറ്റാ വരിക. ഇതിപ്പോൾ ഇൻഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് 0. ഇലാസ്റ്റിക് ആയിരുന്നെങ്കിൽ ഇൻഫിനിറ്റാ വരിക. അപ്പോൾ അതിൻ്റെ ഡയഗ്രം ഇങ്ങനെ ആയിരിക്കുക, ഡിമാൻഡ് കർവ്. കണ്ടോ? ക്വസ്റ്റ്യൻ നോക്കണേ, ശ്രദ്ധിച്ച് നോക്കിയ കാര്യം മനസ്സിലാവും. Now, want satisfying capacity of a commodity is known as dash.
ഇത് നിങ്ങളുടെ തുടങ്ങുന്നത് തന്നെ ഈ സംഭവം വെച്ചിട്ടാ, ഈ ഒരു ടോപ്പിക് വെച്ചിട്ടാ, സെക്കൻഡ് ചാപ്റ്റർ അല്ലേ. അതായത് വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. ഒരു സാധനത്തിന് ഒരാളുടെ സന്തോഷം, ഐ മീൻ ആഗ്രഹത്തെ സഫലീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി. യെസ്, want satisfying power of a commodity. Correct, utility. Now the next question. In the long run, നമുക്കറിയാം പ്രൊഡക്ഷൻ രണ്ടെണ്ണമാണ്, ഷോർട്ട് റൺ, ലോങ് റൺ. ഈ ലോങ് റണ്ണിൽ എ ഫേം ക്യാൻ ചേഞ്ച്. ഒരു ഫേമിന് എന്ത് ചെയ്യാം? only raw material can be changed, only labor can change, only capital can change, all inputs can change. എന്തായിരിക്കും ആൻസർ? ഒരു ലോങ് റണ്ണിൽ ഒരു ഫേമിന് എന്ത് ചെയ്യാം? കറക്റ്റ്, എല്ലാ ഇൻപുട്സും മാറ്റാം. കാരണം സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, മാറ്റാം. I am scared. No, don't worry. Chance is there. നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇസ് കമ്മിങ് അല്ലേ? നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ നമുക്ക് വരും ഇംപ്രൂവ്മെൻറ്റ് എക്സാം. യു സ്റ്റഡി വെൽ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതാണ് ഒരു ലോങ് റണ്ണിൽ എ ഫേം ക്യാൻ ചേഞ്ച് ഓൾ ഇൻപുട്സ് ബിക്കോസ് വി ഹാവ് ഇനഫ് ടൈം അല്ലേ. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. സിറ്റി ചോദിക്കുന്നുണ്ടല്ലോ, വാട്ട് ഹാപ്പൻ? എന്താണ് സിറ്റിക്ക് പ്രശ്നം? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. എന്താ മക്കളെ ചോദിക്കുന്നേ? Okay, now come to the next question. What is the name of the city? I don't know. I am so sorry. ഒരു മിനിറ്റ്, ഒരൊറ്റ സെക്കൻഡ്. ഇതെന്തത്? ഇതെന്താ മുകളിലേക്ക് പത്ത്? അയ്യോ, പോയില്ല. Okay, now the next question. Write down any two features of indifference curve. അതായത് ഇൻഡിഫറൻസ് കർവിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാ കേട്ടോ. 2 ഫീച്ചേഴ്സ് ആക്കണ്ട, നിങ്ങളൊരു 3 ഫീച്ചേഴ്സ് അങ്ങോട്ട് പഠിച്ചോളുക. ഓക്കെ, ഒന്നാമത്തെ ഫീച്ചർ, ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതാ നോക്ക്, ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ടില്ലേ? ടാൻഡാങ്, ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്ന ഒന്നാണത്. ഓക്കെ, രണ്ടാമത് നോക്ക്, ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇത് ഇങ്ങനെ പോകുന്ന ഷേപ്പില്ലേ മക്കളെ, ഇതിനെ വിളിക്കുന്നതാണ് കോൺവെക്സ് ടു ദ ഒറിജിൻ. വെരി ഗുഡ്, അത് അവിടെ ആൻസർ ഒക്കെ വന്നു. Now two indifference curve do not intersect each other. ഒരിക്കലും 2 ഇൻഡിഫറൻസ് കർവ് തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടൂല. ക്ലിയർ? അങ്ങനെ കൂട്ടി ഒരിക്കലും 2 ഇൻഡിഫറൻസ് കർവ്സ് പരസ്പരം എന്ത് ചെയ്യില്ല? നോ കൂട്ടിമുട്ടൽ. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഇൻഡിഫറൻസ് കർവ്. പിന്നെ ഒന്ന്, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. ഏതൊരു കൺസ്യൂമറിനും എവിടെ എത്താനാണ് ആഗ്രഹം എന്നറിയോ? ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഇൻഡിഫറൻസ് കർവ് ചാടി പിടിക്കാനാണ് ആഗ്രഹം. കാരണം അവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൽ കിടക്കുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ആസ് എ കൺസ്യൂമർ നമുക്ക് എല്ലാവർക്കും വേണ്ട എന്താണ്? കൂടുതൽ. അത് മനുഷ്യൻ്റെ ഒരു ഇതാണ്, ആർത്തി. അപ്പോൾ എല്ലാവരും ഇവിടെ കിടക്കാനാണ് ആഗ്രഹിക്കുക. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. മറന്നു പോവരുത്, ഇത് ഷുവർ ആയിരിക്കും, ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അതായത് ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ്. ഇനി ഫീച്ചേഴ്സിന് പകരം പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണെങ്കിലും സെയിം സംഭവമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇത് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. അതായത് കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള എന്താണ്? ഡിഫറൻസ് ആണ്. ഓക്കെ, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ആദ്യത്തത് കാർഡിനൽ എന്ന് പറഞ്ഞാൽ ദ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. നമ്മളിങ്ങനെ കഴിക്കുകയാണ്, ആപ്പിൾ കഴിക്കുകയെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ ഐ ഗോട്ട് 1 സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ 2 സാറ്റിസ്ഫാക്ഷൻ. മൂന്നാമത്തെ കഴിച്ചപ്പോൾ 10 സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്, പക്ഷെ അതല്ല, വി ക്യാൻ മെഷർ ആണ്. അതായത് നമുക്ക് അളക്കാം. ഓരോന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ, അത്ര സാറ്റിസ്ഫാക്ഷൻ എന്നിൽ നമുക്ക് നമ്പറിൽ അളക്കാൻ കഴിയുന്നതാണ് മക്കളെ എന്ത്? കാർഡിനൽ. കണ്ടോ? നേരെ മറിച്ച് ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കെൻ നോട്ട് ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. നമുക്കൊരിക്കലും സംഖ്യയിൽ എണ്ണാൻ പറ്റൂല. ഞാനൊരു ജ്യൂസ് കുടിച്ചു, ഐ ഗോട്ട് 100 യൂട്ടിലിറ്റി, 100 സാറ്റിസ്ഫാക്ഷൻ. എന്തൊരു പൊട്ടത്തരാണത് അല്ലേ? അപ്പം അങ്ങനെ അളക്കാൻ പറ്റുന്നതാണെങ്കിൽ കാർഡിനലും അളക്കാൻ പറ്റാത്തതാണെങ്കിൽ ഓർഡിനൽ. പക്ഷേ ഓർഡിനൽ മക്കളെ നമുക്ക് കമ്പയർ ചെയ്യാം.
ഇപ്പം ഞാൻ ആദ്യത്തെ ഗ്ലാസ് ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി, രണ്ടാമത്തെ കുടിച്ചതിനേക്കാളും എന്ന് പറയുമ്പോൾ നമ്മളവിടെ കമ്പാരിസൺ ആണ് വന്നത്. അപ്പം ഈ ഓർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാണ്, കമ്പാരിസൺ ആണ് കേട്ടോ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതാണ് രണ്ട് യൂട്ടിലിറ്റി, കാർഡിനൽ ആൻഡ് ഓർഡിനൽ. മിസ് അണ്ടർലൈൻ ഈ റെഡ് വെച്ചിട്ട് സർക്കിളിൽ മനസ്സിലാവും ഡിഫറൻസ് കണ്ടാൽ. ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്, ക്യാൻ നോട്ട് ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. കണ്ട. ഇനി അടുത്തത് ജോമോൻ വാണ്ട്സ് ടു കൺസ്യൂം. മക്കളെ ബഡ്ജറ്റ് ലൈൻ ആണ്. നിങ്ങൾ ഉറപ്പിച്ചോ, ബഡ്ജറ്റ് ലൈൻ ചിലപ്പോൾ essay ക്വസ്റ്റ്യൻ വരെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ കമ്പൈൻഡ് നമ്മളെ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ കമ്പൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ മിസ് എടുക്കാൻ പോകുന്നൊരു ടോപ്പിക് ഉണ്ട്, അതും ഇതും കമ്പൈൻ ചെയ്യാം. ഇവിടെയൊക്കെ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്യാം. ജോമോൻ വാണ്ട്സ് ടു ബൈ റൈസ് ആൻഡ് വീറ്റ്. ജോമോന് അരിയും വേണം ഗോതമ്പും വേണം. ദ മണി ഇൻകം ഓഫ് ജോമോൻ ഈസ് 80 rupees. അപ്പം ജോമോൻ്റെ മണി ഇൻകം എത്രയാണ്, 80 രൂപയാണ് കേട്ടോ. ഇറ്റ് മാർക്കറ്റ് പ്രൈസസ് ആർ 10 and 16 റെസ്പെക്റ്റീവ്ലി. അതായത് അരിയുടെ വില 10. അപ്പോൾ P1 എത്ര എഴുതും, 10. അങ്ങനെയാണെങ്കിൽ ഗോതമ്പിൻ്റെ വിലയായിരിക്കും P2, അതെത്രയാണ്, 16. അപ്പം ഈ ഒരു ഇതിന്ന് നമ്മളിങ്ങനെ എഴുതിയെടുക്കുക, നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം ഇങ്ങനെ മാറ്റി എഴുതുക. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ഫൈൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം ചോദിച്ചത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റാ അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് HI, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റാ. മക്കളെ ഇങ്ങനെ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതറിയില്ലേ? ബഡ്ജറ്റ് ലൈൻ അങ്ങനെയാണ് ഇരിക്കുന്നതെന്നെങ്കിലും അറിയില്ലേ? ഈ ബഡ്ജറ്റ് ലൈന് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ക്ലിയർ? ഇത് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നതായിരിക്കും എന്ത്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണല്ലോ. എല്ലടോ ആണ്. ഇനി ആർക്കെങ്കിലും ഇവിടെ എന്തോ ആരോ ചാടി കളിക്കുന്നുണ്ട്, എന്താണത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മക്കളെ ഹലോ, യെസ് കിട്ടി. ഇനി ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഫോർമുല M ഡിവൈഡഡ് ബൈ P1. P1 ആണ്, കാരണം നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് x1 ആയതുകൊണ്ട്. ഗുഡ് വൺ. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 80, P1 എത്രയാ, 10. സോ ദ ആൻസർ ഈസ് 8. വട്ടൊക്കെ വരച്ച് നമ്മൾ അടിയിൽ 2 വരയൊക്കെ വരച്ചാൽ 1 മാർക്ക്. ഓക്കെ, ഇനി നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണണം. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഫോർമുല M ഡിവൈഡഡ് ബൈ P2 അല്ലേ. M ഡിവൈഡ് ബൈ P2 എന്ന് പറയുമ്പോൾ എത്രയാ, 80 ഡിവൈഡ് ബൈ P2ൻ്റെ വാല്യൂ എത്രയാ, 16. 80 ഡിവൈഡ് ബൈ 16 എത്രയാ, 5 ആണോ, 5 അല്ലേ. 6 30 3 ബാലൻസ് 5 1 3 8, യെസ് 5. അപ്പോൾ ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്. മക്കളെ അടുത്തത് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. അടുത്തത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ്റെ ഫോർമുല എന്താണെന്നറിയോ, സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ BL എന്ന് എഴുതുക കേട്ടോ. ഞാൻ മൈനസ് P1 ബൈ P2, ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. എനിക്കെന്ത് വേണമെന്നറിയോ, അയ്യോ സോറി എനിക്കെന്ത് വേണമെന്നറിയോ, കാൽക്കുലേറ്റർ വേണം. സോ ലെറ്റ് മീ ടേക്ക് മൈ കാൽക്കുലേറ്റർ. ഓക്കെ, എവിടെ പോയി വന്നു. ഓക്കെ, മൈനസ് P1 എന്ന് പറയുന്നത് മൈനസ് P1ൻ്റെ വാല്യൂ എത്രയാ, 10 ഡിവൈഡഡ് ബൈ P2ൻ്റെ വാല്യൂ എത്രയാ, 16. സോ ആൻസർ ഈസ് മൈനസ്, ഇങ്ങോട്ട് പാടൂ, 10 divided by 16 gives you how much? 0.6. യെസ്, ഇതാണ് നമ്മുടെ എന്ത്, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. മക്കളെ ഈ ഫോർമുല എഴുതുന്നതിന് മാർക്ക് ഉണ്ടാവും കേട്ടോ. മൈനസ് P1 എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ലോപ്പ് ഇതിൻ്റെ ഇങ്ങനെയല്ലേ, പ്രൈസ് ലൈൻ ഇങ്ങനെ ചരിഞ്ഞല്ലേ, ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ മക്കളെ. അപ്പോൾ എന്തായാലും സ്ലോപ്പ് നെഗറ്റീവേ ആവുള്ളൂ. നിങ്ങൾ ഈ മൈനസ് ഒന്നും ഇവിടെ എഴുതാതെ വലിയ ആനയ്ക്ക വെണ്ടയ്ക്ക അക്ഷരത്തിൽ 0.6 എന്നൊക്കെ എഴുതി വട്ടവും വരയും കൂറിയൊക്കെ തൊട്ട് വന്ന് പക്ഷെ മൈനസ് ഇല്ലെങ്കിൽ മാർക്ക് തരില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എപ്പോഴും സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ്റെ ഫോർമുല ഇതാണ്, മൈനസ് P1 ബൈ P2 ആണ്. അപ്പം ഉത്തരത്തിൽ എന്തുണ്ട്, മൈനസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. Now the next one. Write any 3 factors determine demand. അതായത് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 3 ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിമാൻഡ്. ഏതൊക്കെയാണെന്നറിയോ 3 ഫാക്ടേഴ്സ്? ഒന്ന്, സാധനത്തിൻ്റെ വില തന്നെയാണ് അല്ലേടോ. സാധനത്തിൻ്റെ വിലയും ഡിമാൻഡും തമ്മിൽ നല്ല ബന്ധമുണ്ട്. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്തിനാണ്? സാധനത്തിൻ്റെ വിലയാണ്. രണ്ടാമത്തത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആണ്. കൺസ്യൂമറിൻ്റെ വരുമാനം.
അതായത് ഒരു കൺസ്യൂമറിന് ഇപ്പം എൻ്റെ വരുമാനം 2 lakhs, അപ്പം എന്ത് സംഭവിക്കും? എൻ്റെ ഡിമാൻഡ് കൂടും. എൻ്റെ വരുമാനം 10,000 rupees, അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ സാധനങ്ങളുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അതാണ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ ഇൻകം ഒരു മെയിൻ ഫാക്ടറാണ്. മൂന്നാമത്തതാണ് മക്കളെ എന്ത്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ പീപ്പിൾ, കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ടേസ്റ്റും പ്രിഫറൻസസും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഡിമാൻഡ് അല്ലേ? അതും നമ്മുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഓക്കെ, അപ്പോൾ ഇത് 3 മെയിൻ ഞാൻ പറഞ്ഞുതരാം ഇലാസ്റ്റിക്. ഓക്കെ, ഇതാണ് 3 മെയിൻ ഫാക്ടേഴ്സ്. ഓക്കെ, അടുത്തത് ഡിഫൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. കണ്ടോ? ദെൻ ഗീവ് 2 എക്സാമ്പിൾ. നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട്, നിങ്ങളിപ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വേറൊരു ടീച്ചർ വരും, സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ, ഒന്നിന് പകരം ഒന്ന്. അതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ? നോക്കിയേ, ഗുഡ്സ് വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ, അതായത് ഒരു സാധനത്തിന് പകരം മറ്റൊന്ന്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ, ഒന്നിന് പകരം മറ്റൊന്ന്. അതാണ് ഇക്കണോമിക്സ് ടീച്ചർ ഇല്ലെങ്കിൽ ആര് കയറി വരുന്നു? അക്കൗണ്ടൻസി ടീച്ചർ വരുന്നു. അക്കൗണ്ടൻസി ടീച്ചർ വരുന്നില്ലെങ്കിൽ ആര് വരുന്നു? ഇംഗ്ലീഷ് വരുന്നു. അങ്ങനെ ഒന്നിന് പകരം മറ്റൊന്ന് കടന്നു വരുന്നതാണ് നമ്മുടെ എന്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. നോക്ക് എക്സാമ്പിൾ, ടീ ആൻഡ് കോഫി, ചായ അല്ലെങ്കിൽ കോഫി അല്ലേ? രണ്ടും ബേവറേജ് ക്രോപ്സ് ആണ് അല്ലേടോ? അപ്പോൾ ചായ അല്ലെങ്കിൽ കാപ്പി രണ്ടും കുടിക്കുക. പെൻ ആൻഡ് പെൻസിൽ, രണ്ടിൻ്റെ ഉപയോഗം ഒന്ന് തന്നെയാണ്, എഴുതുക അല്ലേടോ? അപ്പോൾ ഇതാണ് എക്സാമ്പിൾസ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. വാഷിംഗ് സോപ്പ്, അതേപോലെ സോപ്പ് പൗഡർ, അതേപോലെ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് പൗഡർ, രണ്ടും പല്ലേക്ക് തന്നെയാണ്, പക്ഷെ ഒന്ന് പൗഡർ രൂപത്തിലും ഒന്ന് പേസ്റ്റ് രൂപത്തിലും. ക്ലിയർ? അങ്ങനെ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഷൂവിന് പകരം ചപ്പൽ ഉപയോഗിക്കും അല്ലേ? അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. Now the next one, distinguish between total utility and marginal utility. ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവും കേട്ടോ. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് മക്കളെ. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. മൊത്തത്തിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഇപ്പോൾ ഒരു ആപ്പിള് ഞാൻ മൊത്തം തിന്നു കഴിഞ്ഞു, ആ ആപ്പിള് മൊത്തം കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി. നേരെ മറിച്ച് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന വർധനവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി. കേട്ടാ? ഇപ്പം ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു, അപ്പോൾ എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി? 10. ഞാൻ രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചു, അപ്പോൾ എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി 12 ആയി. അങ്ങനെയാണെങ്കിൽ 2, ഇതിലേക്ക് വന്ന വർധനവ് 2 ഇല്ലേ? ദാറ്റ് 2 ഈസ് കോൾഡ് വാട്ട്? മാർജിനൽ യൂട്ടിലിറ്റി. മനസ്സിലായോ? ഇതാണ് ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. എന്താണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്? എന്താണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്? ശ്രദ്ധിച്ചേ, ഇവിടെ ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്. ഒന്നും അറിയില്ലെങ്കിൽ ഈ ഡയഗ്രാമെങ്കിലും അങ്ങോട്ട് കാച്ചി ഇട്ടിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ. ഐ ആം ദ ഹോപ്പ് ഓഫ് ദ യൂണിവേഴ്സ്. ഹൂ? അദീമാണോ? എല്ലാ മക്കളെ ശ്രദ്ധിക്കണില്ല അല്ലേ? നമ്മളവിടെ ഭയങ്കര എന്താ പറയുക, ഓക്കെ അതൊക്കെ ഇട്ട് ഇങ്ങനെ ഫയർ ചെയ്ത് ഇങ്ങനെ കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റ് ബിഫോർ ദാറ്റ് ക്ലാസ് മനസ്സിലായോ? ഇതുവരെ എടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഓർമ്മ ഉണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫയർ ഇമോജി. പോരട്ടെ? ഞാനത് പറയാൻ വിട്ടുപോയി. ലൈക്ക് ചെയ്യാൻ ഞാൻ പറയാൻ വിട്ടുപോയി. അയ്യോ, നോക്കട്ടെ. ലൈക്ക് ചെയ്തോ. അതാ വന്നു, ഫയർ ഇമോജി വന്നു. അതെ. ഭയങ്കര കത്തിക്കല്ല, ചൂളയിൽ, ഇലക്ട്രിക് ചൂളയിൽ വെക്കണ പ്രതീതി. അതെ വന്ന്, അതെ. യെസ്, അത് തന്നെ. അപ്പോൾ നോക്കിയേ, വാട്ട് ഈസ് ദിസ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്? ഓക്കെ, എന്താണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്? മക്കളെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ, എന്താണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അതായത് എക്സ്പാൻഷൻ, മൂവ്മെന്റ് അലോങ് എന്ന് പറയുമ്പോൾ ഈ 2 ടേം നിങ്ങൾ ആലോചിക്കണം. എക്സ്പാൻഷനും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഡ്യൂ ടു ഫോൾ ആൻഡ് റൈസ് ഇൻ പ്രൈസ്. സാധനത്തിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഡിമാൻഡും കൂടുകയോ കുറയുകയോ ചെയ്യും ഇല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. അതായത് ഒരൊറ്റ ഡിമാൻഡ് കർവ്, ഇപ്പൊ ഇതാണ് ഡിമാൻഡ് കർവ് അല്ലേ? ഇങ്ങോട്ടുള്ള മാറ്റവും ഇങ്ങോട്ട് പോകുന്നതും
അതാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. താഴേക്ക് പോകുന്നത് എക്സ്പാൻഷൻ എന്നും മുകളിലേക്ക് പോകുന്നത് എന്താണ്, കോൺട്രാക്ഷൻ എന്നുമാണ് നമ്മൾ പറയുക. ഇനി അടുത്തത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ആണ്. അതായത് ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ഡിമാൻഡ് കർവ് പുതിയതായിട്ട് തന്നെ ഒന്ന് വരുന്നു എന്നാ. അതായത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ഇത് ഡിക്രീസ് ആണ് കേട്ടോ. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പ്രൈസ് ആണ്. പ്രൈസിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യും. അതാണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. നേരെ മറിച്ച് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യും. എപ്പം, നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ ആലോചിക്കണം, പ്രൈസ് ഒരു ഫാക്ടർ അല്ല. അതായത് ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒക്കെ ഇല്ലേ, അതിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡിൽ വരുന്ന മാറ്റമാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഷിഫ്റ്റ് ഉണ്ട്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് പോകും. ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് എങ്ങോട്ട് പോകും, താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. കണ്ടോ, ഇതാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. പഠിക്കണേ. Now explain optimal choice of consumer equilibrium. ഇതാണ് മിസ് പറഞ്ഞത്, ഒരു essay question. കമോൺ എടാ, ഇവിടെ ആരോ ചോദിച്ചു, സിറാജ് സാറിനെ. വരൂ സാറേ, വരൂ. വാ സാറേ, ആരോ ചോദിച്ചു. ഹലോ, ഇപ്പോൾ എക്സാം ഒക്കെ ഇങ്ങനെ അടിപൊളിയാക്കേണ്ട ഓണല്ലേ, എല്ലാവരും സെറ്റ് അല്ലേ? എല്ലാവരും കമൻറ്റ് ബോക്സിൽ കുറച്ച് ഫയർ ഇമോജീസ് ഒക്കെ വരട്ടെ. നമ്മൾ വരും. ഇന്ന് ജിഷാമിസിൻ്റെ ദിവസമാണ്. ഇന്ന് ജിഷാമിസാണ് സെറ്റാക്കുന്നത്. ഓക്കെ, അപ്പം നാളെ എന്താണ് നമ്മുടെ എക്കണോമിക്സ്. നമുക്കറിയാലോ, നമ്മൾ എപ്പോഴും പറയുന്ന ഡയലോഗ് കൊണ്ട് എന്താണ്, എക്കണോമിക്സ് എന്നാൽ ഫ്ലവർ അല്ല ഫയർ ആണ്. ഇനി നമ്മുടെ മാർക്ക് എന്താവാൻ പാടില്ല, താഴാൻ പാടില്ല, അടിപൊളിയാക്കണം. ഇന്ന് പവർ മൊത്തം ജിഷാമിസിന് ആവാഹിച്ചു കൊടുത്ത് ഞാൻ വിട്ടിട്ടുണ്ട്. നമ്മൾ വരും, ഉടനെ വരും. നിങ്ങൾ ഓണം എക്സാം എന്ത് ചെയ്യുക, അടിപൊളിയാക്കുക. ഓണല്ലേ ഓണം. അതെ, വൈൽഡ് കാർഡ് എൻട്രി അല്ലേ. എനിക്ക് പറയാനുള്ളത്, എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മറ്റേ ബീജിയം വേണേത് അല്ലേ, ആ ഒരു വൈബോട് കൂടി നമ്മൾ എക്സാം ഹാളിൽ തിരിച്ചു വരണം. എക്കണോമിക്സ് നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയാക്കും, സെറ്റാക്കും. അപ്പോൾ ജിഷാമിസ് എന്താണ്, നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ബൈ മിസ്. ഞാൻ വരും, നമ്മൾ വരും. ഓക്കെ, സെറ്റ്. ക്ലാസ് എൻഡർ സമയവും ഉണ്ടാവുന്നത്, അത് ശരിയാ, പരീക്ഷ കഴിഞ്ഞാലും ഉണ്ടാവും. സാറ് വരും കേട്ടോ. ഓക്കെ, ഫയറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നൗ വാട്ട് ഈസ് എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഈക്വിലിബ്രിയം അല്ലേ? കൺസ്യൂമർ ഈക്വിലിബ്രിയം എന്താണ്, ഇവിടെയാണ് മിസ് പറഞ്ഞത് essay ക്വസ്റ്റ്യൻ വരാമെന്ന്. അപ്പോൾ കൺസ്യൂമർ ഈക്വിലിബ്രിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ എന്താണ് ഈക്വിലിബ്രിയം? ഞാൻ ഷോർട്ടാണ്, EQM ഷോർട്ട്. എന്താണ് ഈക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ, പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു പൊസിഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇനി ഒരു കൺസ്യൂമർ എപ്പോഴാണ് ഈക്വിലിബ്രിയത്തിൽ എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് 3 കണ്ടീഷൻസ് വേണം മക്കളെ. ഒന്ന്, ഇൻഡിഫറൻസ് കർവ് ഈസ് ടാൻജന്റ്. ഇൻഡിഫറൻസ് കർവ് ഏതുമായിട്ട് ടാൻജന്റ് ആവണം, ബഡ്ജറ്റ് ലൈനുമായിട്ട് ടാൻജന്റ് ആവണം. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് ഇപ്പോൾ തീരുവടോ. ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ മുട്ടിയേ പറ്റൂ. ആ മുട്ടുന്ന പോയിന്റിൽ ഈക്വിലിബ്രിയം ഉണ്ടാവും. ഇനി സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവും സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈനും എന്താവണം, ഈക്വൽ ആവണം. കണ്ട, അതായത് നാളെ ഉണ്ടാവും, ഇംഗ്ലീഷിൽ ലൈവ് ഉണ്ടാവും കേട്ടോ. അതേപോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതാണ് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. -P1/P2 ആണ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഇതും എന്താവണം, ഈക്വൽ ആവണം. മക്കളെ, ഇനി ഞാൻ വരയ്ക്കുന്ന ഡയഗ്രാം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇങ്ങനെ ആദ്യം നമ്മൾ X ആൻഡ് Y ആക്സിസ് വരയ്ക്കുക. ഇവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും, ഗുഡ് 1 മാർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും, ഗുഡ് 2 മാർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ചു. കണ്ടോ, ആദ്യം ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ചു. ഇനി ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവ് IC1 ക്ലിയർ. രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് അങ്ങ് മുട്ടിക്ക് നമ്മളെ ബഡ്ജറ്റ് ലൈന് IC2. അടുത്ത എന്താണ്, IC3. ഇവിടെ 3 പൊസിഷനിൽ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ സ്നേഹത്തിലുണ്ട്. ഒന്ന് ഈ പോയിന്റ്, ഒന്ന് ഈ പോയിന്റ്, ഒന്ന് ഈ പോയിന്റ്, 2 സ്ഥലത്തും അവർ കൂട്ടിമുട്ടി. ഇതിലെവിടെയാണ് മക്കളെ ഈക്വിലിബ്രിയം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ചിലർ ഇവിടെ പറയും, ഇത് പറയും. ഏതായിരിക്കും ഈക്വിലിബ്രിയം? ഈ A ആണോ, B ആണോ, C ആണോ? വിച്ച് വൺ ഈസ് ഈക്വിലിബ്രിയം? ഏത് പോയിന്റിലാണ് കൺസ്യൂമർ ഈസ് ഈക്വിലിബ്രിയം? ഈ A എന്ന പോയിന്റിലാണ്. അപ്പോൾ ചോദിക്കുക, എന്താ റീസൺ എന്ന് ചോദിച്ചത് ഹയർ ഇൻഡിഫറൻസ് കർവിലാണ് അല്ലേ? മിഡിൽ ആയതുകൊണ്ടല്ല കേട്ടോ, മിഡിൽ ആയതുകൊണ്ടല്ല മോനെ. കാരണം എന്താണ്, ഇത്
ഹയർ ഇൻഡിഫറൻസ് കർവാ. ഈ കുന്തമില്ലേ ബിയും സിയും കിടക്കുന്നത് ലോവർ ഇൻഡിഫറൻസ് കർവില, IC1 അല്ലേ? ലോവർ ഇൻഡിഫറൻസ് കർവില് ലോവർ സാറ്റിസ്ഫാക്ഷൻ ആണ്, ഹയർ ഇൻഡിഫറൻസ് കർവില് ഹയർ സാറ്റിസ്ഫാക്ഷൻ ആണ്. IC3 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് അല്ല. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ പൊസിഷൻ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്നറിയോ? അതായത് നമ്മുടെ മിസ് നേരത്തെ ബഡ്ജറ്റ് ലൈൻ പഠിപ്പിച്ചു തന്നില്ലേ? ബഡ്ജറ്റ് ലൈന് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നില്ലേ? അതും ചോദിക്കും. അതിൻ്റെ കൂടെ ഈ എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഈക്വിലിബ്രിയം വിത്ത് ഡയഗ്രാം, അങ്ങനെയും രണ്ട് കമ്പൈൻ ചെയ്ത് ചോദിക്കാം essay ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ബഡ്ജറ്റ് ലൈനിന്റെ ക്വസ്റ്റ്യനും അതേപോലെ ഈ എക്സ്പ്ലെയിൻ ഓപ്റ്റിമൽ, ഇത് മാത്രം ഒരു 8 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല മക്കളെ. ഇത് ഏറി വന്നാൽ 4 മാർക്ക് 5 മാർക്കിനൊക്കെ പോവുള്ളൂ. പക്ഷേ 8 മാർക്കിനാകുമ്പോൾ ഇത് കമ്പൈൻ ചെയ്യും, ഇതും നമ്മുടെ ബഡ്ജറ്റ് ലൈനും കേട്ടോ. ഓക്കെ, നൗ കാൽക്കുലേറ്റ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി തന്നിട്ടുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യത്തെ 0, എല്ലാം 0 ആയതുകൊണ്ട് 0. അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അഡീഷൻ ടു TU ആണ് അല്ലേ? അതായത് അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന വർധനവാണ് നമ്മുടെ എന്ത്? നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി. ആദ്യത്തത് 0, 0 നിന്ന് 10ലേക്ക് ജമ്പ് ചെയ്തു. എത്രയാ വർധനവ്? 10 അല്ലേ? 0 നിന്ന് 10ലേക്ക് എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 10 നിന്ന് 15ലേക്ക് എത്രയാ അഡീഷൻ? 5 അല്ലേ? 10 നിന്ന് 15ലേക്ക്. 15 നിന്ന് 18ലേക്ക് വന്നു. എത്രയാണ് അഡീഷൻ വർധനവ്? 3 ആണല്ലോ. അടുത്തത് 18 നിന്ന് 20ലേക്ക് വന്നു. എത്രയാ വർധനവ്? 2 അല്ലേ? 20 നിന്ന് 20ലേക്ക് എനി വർധനവ്? നോ വർധനവ്. സോ വി റൈറ്റ് 0. അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്യും? 0 എന്ന് എഴുതും. എന്ത് 2 18 നിന്ന് 20ലേക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിഫൈൻ ഇൻഡിഫറൻസ് കർവ്, ഡ്രോ ഇൻഡിഫറൻസ് മാപ്പ്. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇൻഡിഫറൻസ് കർവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കർവ് ആണ്. ഇൻഡിഫറൻസ് കർവ് ഈസ് എ കർവ് അല്ലേ? അതിന്റെ പേര് തന്നെ കർവ് എന്നാ. ഇറ്റ് കൺസിസ്റ്റ് വാട്ട്? ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്. 2 കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് ആണ്. വിച്ച് ഗീവ്സ് വാട്ട്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. കൺസ്യൂമറിന് എന്ത് കൊടുക്കും? സെയിം. ഇപ്പൊ ഇത് IC1, ഇത് IC2, ഇത് IC3, ഇങ്ങനെ ഇൻഡിഫറൻസ് കർവ് വരച്ചു കൂട്ടിയിരിക്കുകയാണ് അല്ലേ? ഇനി ഓക്കെ, ഇനി ഇതിലുള്ള ഏത് പോയിന്റും A, B, C ഏത് പോയിന്റ് സെലക്ട് ചെയ്താലും കൺസ്യൂമറിന് എന്താ കിട്ടുക? ദേ ഗെറ്റ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇൻഡിഫറൻ്റ് ആണ്, അതായത് നമ്മൾ ഡിഫറെൻ്റ് അല്ല. A സെലക്ട് ചെയ്താലും B സെലക്ട് ചെയ്താലും C സെലക്ട് ചെയ്താലും കൺസ്യൂമറിന് ഒരേ സാറ്റിസ്ഫാക്ഷനാണ്. അതാണ് ഇൻഡിഫറൻസ് കർവ്. ക്ലിയർ? ഇനി ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ അമ്മ, അച്ഛൻ, കുട്ടികളും ഒക്കെ ഉണ്ട് അല്ലേ? അതാണ് നമ്മുടെ ഇൻഡിഫറൻസ് മാപ്പ്. കുറേ ഇൻഡിഫറൻസ് കർവ്. ദിസ് ഈസ് കോൾഡ് ഇൻഡിഫറൻസ് മാപ്പ്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് എനി 3 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TU ആൻഡ് MU. യെസ്, എന്താ ആദ്യം ഇങ്ങനെ വിളിക്കുന്നുണ്ട്? മിസ്സേ. യെസ്, ടെൽ മീ. കുറേ ഗ്രാഫ് ഉണ്ട്. ദാറ്റ് ഇസ് ദ മെയിൻ പ്രോബ്ലം. നമ്മുടെ മൈക്രോ എക്കണോമിക്സിലാണ് ഇത്രയും ഗ്രാഫ് ഉള്ളൂ. പക്ഷെ മൈക്രോ എക്കണോമിക്സ് പഠിച്ചാൽ തന്നെ പകുതി പഠിച്ചു മക്കളെ. ഓക്കെ, നോക്കിയേ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TU ആൻഡ് MU. അപ്പം ഞാൻ ആദ്യം ഒരു ഡയഗ്രാം വരച്ചു തരാം. നമ്മുടെ TU കർവ് എപ്പോഴും ഇങ്ങനെ ഇരിക്കും, TU. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി കർവ് എപ്പോഴും ഇങ്ങനെ ഇരിക്കും, MU. ഈ ഒരു സംഭവം നോക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഡിസ്റ്റിങ്ഷൻ എടുത്താൽ മതി, ഡിഫറൻസ് എടുക്കാം. ഒന്നാമത്തത് TU കൂടുമ്പോൾ MUയും കൂടുക. TU കൂടുന്നു, MUയും കൂടുന്നു അല്ലേ? രണ്ടാമത്തത് TU മാക്സിമത്തിൽ എത്തുമ്പോൾ, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ഇവിടെയാണ് മാക്സിമം. ആ സമയത്ത് MU എന്താ? MU is equal to 0. കണ്ടോ? TU ഇവിടെ മാക്സിമത്തിൽ എത്തുമ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് MU? MU ഇവിടെ ടച്ച് ചെയ്തു എക്സ് ആക്സിസിൽ, അപ്പോൾ MU is 0. ഇനി അടുത്ത മൂന്നാമത്തത് TU ഡിക്രീസസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് MU? പാവം MU ടപ്പ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? നെഗറ്റീവ്. കണ്ടോ? 3 റിലേഷൻഷിപ്പ്. ഈ ഡയഗ്രാം ഓർത്തിരുന്നിട്ട് റിലേഷൻഷിപ്പ് എഴുതിയാൽ മതി, കിട്ടും. ഫുൾ ഷോട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ കൺസ്യൂമർ വാണ്ട്സ് ടു കൺസ്യൂം 2 ഗുഡ്സ്. നോക്കിയേ, ഇത് നമ്മുടെ എന്താ പറയുക, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാ. ഇതും essayയിൽ ആഡഡ് ആയിരിക്കും ചിലപ്പം.
A consumer wants to consume 2 goods. The prices of 2 goods are 10. അങ്ങനെയാണെങ്കിൽ P1 ന്റെ വാല്യൂം 10 അല്ല P1 ന്റെ വാല്യൂം 10 ആണ്, P2 ന്റെ വാല്യൂം 10 ആണ്. Then what is consumer income? M is equal to 50. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് അതിന് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഡ്രോ ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ സാധാരണ ഇവർ എന്താ ചെയ്യാന്നറിയോ കുട്ടികൾ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാണ്, ഡ്രോ ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ഇവന്മാർ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ അങ്ങോട്ട് വരച്ചേക്കും. ഇങ്ങനെ വരച്ചാൽ മാർക്ക് കിട്ടൂല. ഇങ്ങനെ ഒരു വെറുതെ ഒരു കുത്തനെ പോണ ഒരു വര വരച്ചാൽ മാർക്ക് കിട്ടൂല. അപ്പോൾ ചോദിക്കും എങ്ങനെ വരയ്ക്കണം? നോക്കിക്കോളൂ എങ്ങനെ വരയ്ക്കണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഫോർമുല മിസ് നേരത്തെ പറഞ്ഞു, M ഡിവൈഡ് ബൈ P1. സോ 50 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 5. Vertical intercept in a formula M divided by P2, that is 50 divided by 10, that is also 5. കിട്ടി ഇല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ഇനി ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ഇനി എക്സ് ഇതല്ലേ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. മിസ് ഇവിടെയല്ലേ പറഞ്ഞത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, ഇവിടെ അടിയായിരിക്കും വേർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വരിക. ഇത് 5. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക 1 2 3 4 5. അതേപോലെ വേർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയാണ് പോകേണ്ടത്? 5. അപ്പം ഞാൻ മാർക്ക് ചെയ്യുക 1 2 3 4 5. നോക്കിയേ 5 5 കണ്ടോ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 5, വേർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 5 കൂട്ടിമുട്ടിച്ചു. സോ ദിസ് ഈസ് കോൾഡ് ബഡ്ജറ്റ് ലൈൻ. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ? P1x1 plus P2x2 is equal to M. This is the equation of budget line. അല്ലേ? ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്ന് ചോദിക്കുമ്പോൾ കണ്ണും പൂട്ടി എഴുതണം P1x1 plus P2x2 is equal to M എന്ന് എഴുതണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ബഡ്ജറ്റ് ലൈൻ ഇഫ് ഇൻകം ഇൻക്രീസസ് 100? ഡിസ്ക്രൈബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. കുടുങ്ങി. അതായത് എമ്മിൻ്റെ വാല്യൂ ഇപ്പം എത്രയായി എന്നാ പറയുന്നത്? 100 ആയി. 50 എന്നുണ്ടായിരുന്ന ഇപ്പം എത്രയായി? 100 ആയി. അങ്ങനെയാണെങ്കിൽ P1ൻ്റെയും P2ൻ്റെയും വിലയ്ക്ക് മാറ്റമില്ല. ദാറ്റ് ഈസ് സെയിം. എത്ര തന്നെയാ? 10 ആണ്. വ്യത്യാസമില്ല. കൺസ്യൂമറിൻ്റെ വരുമാനമാണ് കൂടിയത്. ഓക്കെ, കൺസ്യൂമറിൻ്റെ വരുമാനം കൂടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് മാറി ഇല്ലേ? M ഡിവൈഡ് ബൈ P1 എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 10 ആയില്ലേ? ഇല്ലടോ. അപ്പം എത്രയായി? 10. അതേപോലെ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്ര തന്നെയായി? M ഡിവൈഡഡ് ബൈ P2, ദാറ്റ് ഈസ് 100 ഡിവൈഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ രണ്ടും 10 10 ആയില്ലേ? ഇല്ലടോ. ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡയഗ്രത്തിൽ തന്നെ മിസ് കാണിച്ചു തരാം. നമുക്ക് ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. എത്ര? 10 6 7 8 9 10. ഇവിടേക്ക് ഞാൻ മിസ് എക്സ്റ്റെൻഡ് ചെയ്യാണ്. 6 7 ഇത് മാറ്റട്ടെ ഒരു മിനിറ്റ്. 6 7 ഓക്കെ 7 8 9 10. അപ്പോൾ നോക്ക്, ഇപ്പം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 10 ആണ്. 10 ആണ്. വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്ര തന്നെയാണ്? 10 ആണ്. വേർട്ടിക്കൽ ഇങ്ങനെ ജോയിൻ ചെയ്യുക സ്കെയിൽ എടുത്തിട്ട്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. കണ്ടോ? ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് പ്രൂവ് ചെയ്തു. കണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മക്കളെ എസ് എ ക്വസ്റ്റ്യൻ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൈസ് തന്നിട്ടുണ്ട്. D1 ഉണ്ട്, D2 ഉണ്ട്, D3 ഉണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് മാർക്കറ്റ് ഡിമാൻഡ്. 2 മാർക്കിന് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താ മക്കളെ മാർക്കറ്റ് ഡിമാൻഡ്? D1 പ്ലസ് D2 പ്ലസ് D3 അല്ലേ? അത് 3ഉം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ത്? മാർക്കറ്റ് ഡിമാൻഡ്. ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ സമേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് അല്ലേ? ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ ഹൊറിസോണ്ടൽ സമേഷനാണ്. D1 എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡിമാൻഡ്, D2 എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഡിമാൻഡ്, D3 എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഡിമാൻഡ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ എത്ര വ്യക്തികളാണ് ഉള്ളത്? ആകെ 3 ആളാണുള്ളത്. ഓക്കെ. അപ്പോൾ ഈ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരെയും നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിച്ചിട്ട് കൂട്ടണം. 5 പ്ലസ് എത്രയാ? 5 പ്ലസ് 10 പ്ലസ് 15 30. യെസ് ഇല്ലേ? 5 പ്ലസ് 10 പ്ലസ് ഇത്. ഇനി അടുത്ത് 4 പ്ലസ് 6 പ്ലസ് 5 എത്രയാ? 15. അടുത്തത് 3 പ്ലസ് 7 പ്ലസ് 4 14. ദിസ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ്. കണ്ടോ? പരീക്ഷയ്ക്ക് ഉണ്ടാവുകയെ. അടുത്തത് രാജു ഡിമാൻഡ്സ്. യെസ്, ഈ ക്വസ്റ്റ്യൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാനുള്ളതാ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്.
ഇത് 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇലാസ്റ്റിസിറ്റി ഈ പ്രോബ്ലം ഷുവർ ആണ്, പ്രോബ്ലം ചോദിക്കും കേട്ടോ. നോക്കിയേ, രാജു ഡിമാൻഡ്സ് 40 kg at the rate of 20 rupees. അതിൻ്റെ അർത്ഥം രാജുവിൻ്റെ ഡിമാൻഡ് എത്രയാണ്? 40. പ്രൈസ് എത്രയുള്ളപ്പോൾ? 20. അതല്ലേ ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. When price rises to 25, ഇപ്പോൾ സാധനത്തിന് വില കൂടി 25, he demands 20 kg. കണ്ടോ, ഇപ്പം എത്രയാണ് വാങ്ങിക്കുന്നത്? ഡിമാൻഡ് 20 kg. നിങ്ങളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ ഫൈൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കണ്ടോ, അപ്പോൾ മക്കളെ ഫോർമുല എഴുതുക. ഇ ഡി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ശരിക്കും ശ്രദ്ധിക്കണം, ഈ ഫോർമുല പഠിച്ചെഴുതിയ 1 മാർക്ക് കിട്ടും കേട്ടോ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി, പാട്ട് പാടുന്ന പോലെ അങ്ങോട്ട് പഠിച്ചാൽ മതി. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ, ഇതാണ് ഫോർമുല. ഇതിൽ വേണ്ട എല്ലാ സാധനവും നമുക്ക് കിട്ടണം മക്കളെ. ഡെൽറ്റ എന്ന് പറഞ്ഞത് ഇപ്പം സിറാജ് സാറ് ശരിക്കും പറയാറുണ്ട്, ഈ ഡെൽറ്റ ചെറിയ സമൂസ പോലെ അല്ലേ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് അർത്ഥമാക്കുന്നത്. ചേഞ്ച് ഇൻ ഡിമാൻഡ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. 40 20 എന്ന് പറഞ്ഞാൽ എത്ര ചേഞ്ചാണ് വന്നത്? 20 ഡിഫറൻസ് അല്ലേ. 40 20 20 അപ്പോൾ ചിലവർ എഴുതും -20 എന്ന് എഴുതും. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് 20 എന്ന് കൊടുത്താൽ മതി, പോസിറ്റീവ് വാല്യൂ തന്നെ ഇട്ട് എഴുതിയാൽ മതി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ്. 20 25 എന്ന് പറയുമ്പോൾ പ്രൈസിൽ വന്ന മാറ്റം 5 അല്ലേ. 20 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ വ്യത്യാസമല്ലേ വന്നത്. ഓക്കെ, അപ്പോൾ 20/5. ഇനി അടുത്തത് ഈ പി ആണ്. പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ്. കേട്ടോ, ഒറിജിനൽ പ്രൈസ് എത്രയാ? 20. ആ സമയത്തുള്ള ഡിമാൻഡ് ആണ് ഇ ക്യൂ, അതെത്രയാ? 40. സോ വാട്ട് ഇസ് ദ ആൻസർ? 400 divided by 200 gives you 2. യെസ്, അപ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ നമുക്ക് ഉണ്ട് 2. അപ്പോൾ 1നേക്കാളും കൂടുതലല്ലേ അല്ലേ. അപ്പോൾ എന്ത് ടൈപ്പ് ഇലാസ്റ്റിക് ആണെന്ന് അറിയോ? ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. 1നേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇലാസ്റ്റിക്. 1നേക്കാളും കുറഞ്ഞതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻഇലാസ്റ്റിക്. ക്ലിയർ ആയോ? ഇതാണ് സംഭവം. ഇനി അടുത്തത്, പെയർ ദ ഫോളോയിങ് ആൻഡ് ഗീവ് അപ്രോപ്രിയേറ്റ് ഹെഡിങ്. ഈ സാധനം വായിച്ചു നോക്കിയേ. പെന്ന്, കാറ്, പെട്രോള്, ടീ, മിൽക്ക്, ഇങ്ക്, കോഫി, മിൽക്ക് പൗഡർ. ഇതെന്താ സാധനം? ഇത് എങ്ങനെയാണ് നമ്മൾ പെയർ ചെയ്യുന്നത്? ആർക്കെങ്കിലും പെയർ ചെയ്യാൻ വല്ലതുണ്ട്? മിസ്സേ ഏത് വരും? പ്രഡിക്റ്റ്. മിസ് ഇത് ഞാൻ മക്കളെ പ്രഡിക്റ്റ് ചെയ്യുന്നേ. സുപ്രിയ, യെസ്. ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, തിരിച്ചും മറിച്ചും. ഓക്കെ, പറഞ്ഞേ. ഇതിൽ ഒരു മിനിറ്റ്, ഇതിൽ എങ്ങനെയാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പെന്നും കാറും പെട്രോളും ഇങ്കും മിൽക്കൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? എന്ത് തോന്നാല്ലേ? എടോ, ഇത് കോംപ്ലിമെന്ററി ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലേ. അത് തന്നെ ഇവിടെ മാച്ച് ചെയ്യേ. കാറും പെട്രോളും മാച്ച് ചെയ്യുക. ആദ്യം പെട്രോളും, യെസ്, മാച്ച് ചെയ്തു. ഇനി അടുത്ത ആരൊക്കെ മാച്ച് ചെയ്യാൻ പോകുന്നത്? പെന്നും പെൻസിലും മാച്ച് ചെയ്തു ഇല്ലേ. പെന്നും പെൻസിലും അല്ലേ മാച്ച് ചെയ്തത്? പെന്നും പെൻസിലും മാച്ച് ചെയ്തു. ഇനി ഏതാ നിങ്ങൾ മാച്ച് ചെയ്യാൻ പോകുന്നത്? ടീയും കോഫിയും മാച്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുക? മിൽക്കും അതേപോലെ മിൽക്ക് പൗഡറും എന്ത് ചെയ്തു? മാച്ച് ചെയ്തു. ഓക്കെ, ഇതെന്താ സംഭവം? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ ചിലവർ ഇവിടെ എന്ത് ചെയ്യുന്നറിയോ? ടീയും മിൽക്കും ചെയ്യും. അങ്ങനെ ചെയ്ത് കേട്ടോ. കാരണം ഇത് ചായക്ക് പാലൊഴിച്ച ചായയാണ്, അപ്പോൾ കട്ട ചായക്ക് ഇതില്ലേ. അപ്പോൾ ഇതെന്താ ഇവിടെ ഇപ്പോൾ സംഭവം? നമ്മൾ പെയർ ചെയ്തു, പക്ഷെ ഇതെന്താ സംഭവം മക്കളെ? കാർ ആൻഡ് പെട്രോൾ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആണ്, ഒന്നിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ഗുഡ് അല്ലേ. പെൻ ആൻഡ് പെൻസിൽ എന്ന് പറയുന്നത് ഒന്നിന് പകരം മറ്റൊന്നാ, അപ്പോൾ അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലേ. ഒന്നിന് പകരം മറ്റൊന്നല്ലേ ആണ്. അടുത്ത ടീ ആൻഡ് കോഫി, അപ്പോൾ അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, സബ്സ്റ്റി അല്ലേ. അടുത്തത് മിൽക്ക് ആൻഡ് മിൽക്ക് പൗഡർ, പാലും പാൽ പൊടിയും എന്ന് പറയുന്നത് എന്താ? എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേടോ. സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ? ആണ്. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഗുഡ്സും ഇതും. ഓക്കെ,
ഓ സോറി, പെന്നും ഇങ്കുവാ. ഓ സോറി. ഓ ഒരാൾ ഇവിടെ എന്നെ ശ്രദ്ധിച്ചു. അത് തന്നെ, പെന്നും ഇങ്കും. അപ്പൊ പെന്നും ഇങ്കും ആവുമ്പോ എന്താ വരിക? സംഭവം മാറി. അപ്പൊ പെന്നും ഇങ്കും ആവുമ്പോ ഇവിടെ എന്താ വരിക? ഇവിടെ വരും എന്ത്? കോംപ്ലിമെന്ററി അല്ലേ? അതായത് പെന്നും ഇങ്കും ഒരുമിച്ചല്ലേ ഉപയോഗിക്കുന്നേ. സോ ദാറ്റ് ഈസ് കോംപ്ലിമെന്ററി. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. വെൻ ഔട്ട്പുട്ട് 0, ഔട്ട്പുട്ട് 0 ആവുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചേ, ഒന്നും ഉണ്ടാക്കുന്നില്ല. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഈസ് 0. അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് TVCയുടെ വാല്യൂ എന്താണ്? ക്വസ്റ്റ്യൻ. TVCയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഓർത്ത് വെച്ചോളാം കേട്ടാ. അയ്യോ, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ യൂസ് ടുഗെദർ, ഒന്നിച്ച് ഉപയോഗിക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് കോംപ്ലിമെന്ററി. കപ്പ് ആൻഡ് സോസർ, കാർ ആൻഡ് പെട്രോൾ, പെൻ ആൻഡ് ഇങ്ക് ഇല്ലേ, ഒന്നിച്ച് ഉപയോഗിക്കുക. ഷൂ ആൻഡ് സോക്സ്, ഇതൊക്കെയാണ് കോംപ്ലിമെന്ററി. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. പെൻ ആൻഡ് പെൻസിൽ അല്ലേ, ഷൂസ് ആൻഡ് ചപ്പൽ ഇല്ലടോ, അതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. TFC plus TVC is equal to dash. എന്താണ്? TVCയും TFCയും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണ്? ആർക്കെങ്കിലും വല്ല വെളിവുണ്ടോ? Come on. TFC plus TVC gives you dash. എന്താണ്? എന്താണ് മിസ്സേ? +2 സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് ഇല്ലേ? ഒയ്യോ എൻ്റെ അമ്മേ. TC, അത് തന്നെ, TC. വെരി ഗുഡ്. അടുത്തത് നെക്സ്റ്റ്. ഇൻ ദ ലോങ് റൺ ഫേം ക്യാൻ ചേഞ്ച് ഓൾ ഇൻപുട്സ് അല്ലേ? അടുത്തത് ഡിഫൈൻ ഐസോകോണ്ട്. എന്താണ് ഐസോകോണ്ട്? ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്സ്. ഇപ്പം ഒരു ലേബർ ഓക്കെ പ്ലസ് 2 ക്യാപിറ്റൽ നോക്കിയേ, കിട്ടുന്നത് 100 ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട്. അതായത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്സ്. ഞാൻ വേറൊരു കോമ്പിനേഷൻ എഴുതുകയാണ്. 2 ലേബർ പ്ലസ് 4 ക്യാപിറ്റൽ. നോക്കിയേ, ഇറ്റ് ഓൾസോ ഗീവ്സ് വാട്ട്? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. കണ്ടോ? അതായത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്. മക്കളെ, ഇതാണ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് അല്ലേ? ഏത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ഉപയോഗിച്ചാലും കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? സെയിം ആണ്. ദിസ് ഈസ് കോൾഡ് ഐസോകോണ്ട്. ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിഫറൻസ് കർവിനുമായിരിക്കും കേട്ടോ. ദിസ് ഈസ് ഐസോകോണ്ട്. Now the next one, differentiate between short run production function and long run production function. See, എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, എന്താണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? മക്കളെ, ആ പേരിൽ തന്നെയുണ്ട്. ഷോർട്ട് റൺ ഷോർട്ട് പീരിയഡ്, ലോങ് റൺ ലോങ് പീരിയഡ്. വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, എന്താണ് നമുക്ക് 2 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും 2 ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിരുന്നു അല്ലേ? ആദ്യം അത് തമ്മിൽ ഡിഫറൻസ് എഴുതണം. അതിന് കൂടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സ്പ്ലെയിൻ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഈ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ലോ ഓഫ് ഇത് റിട്ടേൺസ് ടു സ്കെയിലാ, ലോങ് റൺ. നമുക്ക് ആദ്യം ഇത് നോക്കാം. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് നോക്ക് മക്കളെ. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ചെറിയ കാലഘട്ടം അല്ലേ? അവിടെ ഫേം cannot vary all inputs. അതായത് ഒരു ഫേമിന് അവരുപയോഗിക്കുന്ന ഇൻപുട്സ് ഇല്ലേ, ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഓക്കെ, അതിൻ്റെ അളവ് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റം വരുത്താൻ സാധിക്കില്ല കേട്ടോ. ഫേം cannot vary all inputs. എല്ലാ ഇൻപുട്സ്, ഇപ്പം ലാൻഡും ലേബറും ആണ് അവരുപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ലേബറിൻ്റെ അളവ് മാറ്റം വരുത്തുമായിരിക്കും, പക്ഷേ ലാൻഡിൻ്റെ അളവ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം ഒറ്റ സമയം കുറവാ മാറ്റം വരുത്താൻ കേട്ടോ. അപ്പോൾ അതാണ് ഫേം cannot vary all inputs. പക്ഷേ ലോങ് റണ്ണിൽ ഫേം can vary. See, ഫേം can vary all inputs. ഫേമിന് എന്ത് ചെയ്യുക? എല്ലാ ഇൻപുട്സും എന്ത് ചെയ്യാം? മാറ്റാം. അയ്യോ, ഞാൻ ഈ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു ഷോർട്ട് റണ്ണിൽ വി ഹാവ് ഫിക്സഡ് ഇൻപുട്സ്. F+V എന്ന് എഴുതി എന്താ അറിയോ? ഫിക്സഡ് ഇൻപുട്സ് ആൻഡ് ഓൾസോ വേരിയബിൾ ഇൻപുട്സ്. കണ്ടോ? പക്ഷേ ഒരു ലോങ് റണ്ണിൽ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? വി ഹാവ് ഓൺലി വേരിയബിൾ. ദർ ഇസ് നോ ഫിക്സഡ് ഇൻപുട്സ്. ലോങ് റണ്ണിൽ നമുക്ക് ഫിക്സഡ് ഇൻപുട്സ് ഇല്ല കേട്ടോ. ഒക്കെ വേരിയബിൾ. ഓൺലി വി എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ വേരിയബിൾ ആണ് കേട്ടോ. ഇവിടെ ഫിക്സഡും ഉണ്ട് വേരിയബിളും ഉണ്ട്, പക്ഷെ ഇവിടെ വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മിസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്സ്പ്ലെയിൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഇത് 8 മാർക്കിന് ചിലപ്പോൾ എസ്എ ക്വസ്റ്റ്യന് ചമ്പും കേട്ടോ. ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിരുന്നു, രണ്ടും കൂടെ ക്ലബ് ചെയ്തു, എയും ബിയും 2 ക്വസ്റ്റ്യൻ കണ്ടോ. അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കിയേ, നമുക്ക് രണ്ടാമത്തേലേക്ക് കയറാം. എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നാ? വെൻ വൺ ഫാക്ടർ ഈസ് ചേഞ്ച്ഡ്, ഇപ്പോൾ ഒരു ഫാക്ടർ ലാൻഡ് ആണ് ചേഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ലേബർ ആണല്ലോ ചേഞ്ച് ചെയ്യാൻ എളുപ്പം, ലേബറിൻ്റെ അളവ് ചേഞ്ച് ചെയ്യുന്നു. കീപ്പിംഗ് അതർ ഫാക്ടർ കോൺസ്റ്റന്റ്, വേറൊരു ഫാക്ടർ ഉണ്ട് ലാൻഡ്, അതിൻ്റെ അളവിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന 2 ഇൻപുട്സ് ആണ് ലാൻഡും ലേബറും. ഒന്നിൻ്റെ അളവ് മാറ്റം വരുത്തുന്നു, മറ്റേതിൻ്റെ അളവ് മാറ്റം വരുത്തുന്നില്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ടി പി ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ പ്രോഡക്റ്റ് ആദ്യമൊക്കെ നല്ലോണം ഇങ്ങനെ കൂടി വരും, പ്രൊഡക്ഷൻ വിൽ ഇൻക്രീസ്. പക്ഷേ ആഫ്റ്റർ എ പോയിന്റ് ഇറ്റ് ഫാൾസ് കണ്ടോ. പക്ഷേ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റ് എന്താവുന്നു? കുറയുന്നു. ദാറ്റ് ഈസ് അവർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മക്കളെ, ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ? ഒരു ഇൻപുട്ട് മാറ്റം വരുത്തുക, മറ്റേ ഇൻപുട്ട് മാറ്റം വരുത്തുന്നില്ല. ക്ലിയർ? അങ്ങനെ വരുന്ന സമയത്ത് ആദ്യമൊക്കെ എന്ത് സംഭവിക്കും? ടോട്ടൽ പ്രോഡക്റ്റ് കൂടും, പക്ഷെ കുറേ കഴിയുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? കുറയും. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. മക്കളെ, ഇനി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഇതിൽ എന്താ മിസ് തുടക്കം തന്നെ പറഞ്ഞു നിങ്ങളോട്, 3 ചാപ്റ്ററേ ഉള്ളൂ, 80 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഈ വരുന്ന ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്ത്, ഇതൊക്കെ പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ വരട്ടെ. ഞാൻ ഡയഗ്രാം വരയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ടി പി മാർക്ക് ചെയ്യുന്നു, എ പി മാർക്ക് ചെയ്യുന്നു, എം പി മാർക്ക് ചെയ്യുന്നു. ഒരു ഇമാജിനറി ഡയഗ്രാം ആണ് മിസ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. ഞാൻ ടോട്ടൽ പ്രോഡക്റ്റ് കൂടി ഷൂം, ദിസ് ഇസ് മൈ ടോട്ടൽ പ്രോഡക്റ്റ് കണ്ടോ. ഇനി നിങ്ങൾക്ക് മാർജിനൽ പ്രോഡക്റ്റ് വരയ്ക്കണം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ടോട്ടൽ പ്രോഡക്റ്റിന് ഹയസ്റ്റ് പോയിന്റ് കണ്ടോ, അതിന് നേരെ താഴെ ഇവിടെ ഒരു പോയിന്റ് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രോയിങ് മാർജിനൽ പ്രോഡക്റ്റ് എം പി കണ്ടോ, എം പി മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 2 കർവ് നമ്മൾ വരച്ചു. ഇനി ഒരു എ പി കുട്ടനെയും കൂടെ കിട്ടാണ്ട് ഇല്ലേ? ആ എ പി കുട്ടനെ നമ്മൾ വരയ്ക്കാൻ പോവുകയാണേ. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി പോയി പൊന്തി ഈ ഇങ്ങനെ പോയി, അയ്യോ പിന്നെ ഇങ്ങനെ പോയി കണ്ടോ, എ പി. സീ ദിസ് കർവ് വരച്ചത് കണ്ടോ. അപ്പോൾ 3 ഡയഗ്രാം ഞാൻ വരച്ചു. ഇമാജിനറി ആണ്, നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ 3 ഡയഗ്രാം വരച്ചു. ഇനി മക്കളെ, നമുക്ക് ഈ ഒരു തിയറിക്ക് 3 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഇതിന് 3 സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് എവിടെ വെച്ച് കട്ട് ചെയ്യണം നമ്മൾ നോക്കണം. ഞാൻ നേരത്തെ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തില്ലേ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒരു വര വരയ്ക്കാം. ഇവിടെ രണ്ടും കൂടെ എം പിയും എ പിയും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്നൊരു പോയിന്റ് ഇല്ലേ, അവിടെ നിന്ന് വെച്ച് ഒരു വര വരയ്ക്കാം. ഇതിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്, ഇത് സെക്കൻഡ് സ്റ്റേജ്, ഇത് തേർഡ് സ്റ്റേജ് കണ്ടോ. അങ്ങനെ സ്റ്റേജ് മാർക്ക് ചെയ്തു. സ്റ്റേജ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ പോരാ, ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകത എന്താണെന്ന് എഴുതണം, അതിൻ്റെ പേരെഴുതണം. ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ ഇൻക്രീസിങ് സ്റ്റേജ് എന്ന് വിളിക്കും. എന്തോന്നാ വിളിക്കുന്നത്? ഇൻക്രീസിങ് സ്റ്റേജ്. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റേജ് ഇതല്ലേ, ഈ ഒരു പെട്ടിക്കൂട്ടിലേക്കുള്ള മാത്രം നോക്കുക. ആ ഇൻക്രീസിങ് സ്റ്റേജിലേക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്ക്. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ടി പി ഈസ് ഇൻക്രീസിങ് ആണോ? ടി പി ഈസ് ഇൻക്രീസിങ്. ഇവിടെ വരെ നോക്കിയാൽ മതി കേട്ടോ, വേറെ അങ്ങോട്ട് പോണ്ടേ, അത് സെക്കൻഡ് സ്റ്റേജ് ആയി. ടി പി ഈസ് ഇൻക്രീസിങ്. വാട്ട് ഹാപ്പൻസ് ടു എം പി ആൻഡ് എ പി? പറയൂ. എ പി ഈസ് ഇൻക്രീസിങ്, എം പി ഈസ് ഓൾസോ ഇൻക്രീസിങ്. ഇത് 3ഉം കൂടുകയാണ് അല്ലേ. ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാം ഇങ്ങനെ കൂടുക, ഇതുകൂടി. അതാണ് നമ്മുടെ ഇൻക്രീസിങ് സ്റ്റേജ്. അതിൻ്റെ പേര് തന്നെ അതിന് കൊടുത്തത് അങ്ങനെയാണ്, ഇൻക്രീസിങ് സ്റ്റേജ്. ക്ലിയർ? മോർണിംഗ് ബൂസ്റ്റർ ഇല്ല മക്കളെ കേട്ടോ. ഓക്കെ, അതാണ് ഇൻക്രീസിങ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് നോക്ക്, ദാ ഇവിടെ വരെയാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഈ രണ്ടാമത്തെ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത് ഡിമിനീഷിങ് സ്റ്റേജ് എന്നാണ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേര് ഡിമിനീഷിങ് സ്റ്റേജ്. എന്തിനാണ് ഇതിനെ ഡിമിനീഷിങ് എന്ന് വിളിക്കുന്നത്? മക്കളെ നോക്ക്,
TP is increasing. അതിങ്ങനെ പൊന്തി പോവുക, അതിനൊരു കൂസലും ഇല്ല. ഓക്കെ, TP is increasing but the rate is diminishing എന്നാണ്. കൂടുന്നുണ്ടെങ്കിലും കൂടുന്ന നിരക്ക് കുറവാണ്. അതാണ് നമുക്കിങ്ങനെ ഡയഗ്രം ഇങ്ങനെ പൊന്തി പോണത് കാണാം, പക്ഷെ കൂടുന്ന ആ റേറ്റ് കുറവാണ് ശരിക്കും. പക്ഷെ വാട്ട് ഹാപ്പൻസ് ടു AP ആൻഡ് MP? രണ്ടും എന്ത് ചെയ്യുന്നു? AP is decreasing, MP is also decreasing. കണ്ടോ, അവിടെ AP MP കുറയുന്നു. സോ വി ഗോട്ട് വാട്ട്? ഡിമിനിഷിംഗ് സ്റ്റേജ്. ഇനി മൂന്നാമത്തെ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെഗറ്റീവ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻക്രീസിങ് റിട്ടേൺസ് നെഗറ്റീവ് സ്റ്റേജ് എന്ന് വിളിക്കും കേട്ടോ. നെഗറ്റീവ് സ്റ്റേജിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്റ്റേജ് ആണ് മൂന്നാമത്തെ സ്റ്റേജ്. TP ഈസ് ഡിക്രീസിങ് അല്ലേ? TP കർവ് ടാങ് താഴേക്ക് പോയി. MP പറയൂ, വാട്ട് ഹാപ്പൻസ് ടു അവർ MP? പാവം MP നെഗറ്റീവ് ആയി പോയി, താഴേക്ക് പോയി. AP ഈസ് ഡിക്രീസിങ് അല്ലേ? APയും കുറയുന്നു. കണ്ടോ, അതുകൊണ്ടാണ് MP ഇവിടെ നെഗറ്റീവ് ആവുന്നതുകൊണ്ടാണ് ദിസ് ഈസ് നെഗറ്റീവ് സ്റ്റേജ്. ഇതാണ് essay. എങ്ങനെയുണ്ട്? എപ്പടി? സൂപ്പർ. അപ്പോൾ ഡയഗ്രാം നെഗറ്റീവ് അല്ല, ഡിമിനിഷിങ്ങും നെഗറ്റീവും സെയിം അല്ല. ഡിമിനിഷിങ് എന്ന് പറഞ്ഞാൽ കുറയുന്നേ ഉള്ളൂ, നെഗറ്റീവ് ആവുന്നില്ല. 0 വരെ എത്തുള്ളൂ ഡിമിനിഷിങ്ങിൽ. പക്ഷേ 0-നും താഴെ എന്ന് പറയുമ്പോൾ നെഗറ്റീവാ അല്ലേ? അതിനെയാണ് നമ്മൾ വേറെ തന്നെ സ്റ്റേജ് വിളിക്കുന്നത് നെഗറ്റീവ് സ്റ്റേജ് എന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ 3 സ്റ്റേജസ്. മക്കളെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ essay ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഹലോ, ഡ്യൂറേഷൻ കഴിഞ്ഞു. അശ്ശോ, ഇത് കഴിഞ്ഞിട്ട് എവിടേക്കും പോകാനുണ്ടോ? സിനിമ കാണാൻ പോകാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കോൾഡ് വാട്ട്? അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധത്തെ എന്ത് പേരിട്ടാ വിളിക്കുന്നത്? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? പ്രൊഡക്ഷൻ അല്ലേ? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് വാട്ട്? പ്രൊഡക്ഷൻ. സോറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. നോക്കിയേ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ഈ വേർഡ് ശ്രദ്ധിക്കുക. ഇതിനെ വിളിക്കുന്ന പേര് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ്. പ്രൊഡക്ഷൻ അല്ല, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കേട്ടാ. എന്ത് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും വേറെ അങ്ങോട്ട് പോയി. പഠിക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല, വേറെ എന്തൊക്കെയോ കാണിക്കാൻ പോയി. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെയൊക്കെ അങ്ങനെ കുറഞ്ഞു. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് വാട്ട്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നേരെ മറിച്ച് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് ഈസ് കോൾഡ് വാട്ട്? പ്രൊഡക്ഷൻ. കണ്ടോ, ഇത് 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടെന്ന് ആലോചിച്ചോളാം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിലില്ല, അതിന് പകരം ചേഞ്ച് ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഒക്കെ ആണെങ്കിൽ അതിന് വെറും പ്രൊഡക്ഷൻ എന്നാ വിളിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ആർ ദ 3 സ്റ്റേജസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ. ഈ മക്കളെ ഒരു കാര്യമുണ്ട്, ദിസ് ഈസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കേട്ടോ. ഇതൊരു ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ 3 സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 3 സ്റ്റേജസ്? സി, ഒന്ന് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അതിനെ വിളിക്കുന്ന പേര് IRS. മക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒരു ഡയഗ്രാം ഓർത്ത് ഇങ്ങോട്ട് വെച്ചോളുക. കണ്ടോ, ഇത് ഇങ്ങനെ കൂടി വരികയാണ്. ദിസ് ഈസ് IRS. ഇത് കോൺസ്റ്റന്റാ അല്ലേ? ഇതാണെന്ത്? CRS. ഇതിങ്ങനെ താഴേക്ക് പോവല്ലേ? ഇതാണെന്ത്? DRS. സീ ദിസ്? അപ്പൊ ഇതാണ് 3 സ്റ്റേജസ്. ആദ്യത്തത് ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ, IRS. രണ്ടാമത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ, CRS. അടുത്തതാണ് ഏത്? ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിൽ, DRS. അതാണ് 3 സ്റ്റേജസ് ഓഫ് വാട്ട്? സ്റ്റേജസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. മക്കളെ, റിട്ടേൺസ് ടു സ്കെയിലിന്റെ വേറെ അതൊരു ലോങ് റൺ, അത് ചിലപ്പോൾ 1 വേർഡ് ചോദിക്കും. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതാന്ന് ബ്രാക്കറ്റിൽ ചോദിക്കും. ലോങ് റൺ എന്നിട്ട് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ഡിമിനിഷിംഗ് ഇത് എന്നൊക്കെ പറഞ്ഞ് തരും. തെറ്റിപ്പോവരുത് കേട്ടോ. ധോണി റിവ്യൂ സിസ്റ്റം, ദാറ്റ് ഇസ് അവർ DRS. ഭയങ്കര എലാബറേഷൻ ആണ്, ഭയങ്കര ക്രിയേറ്റിവിറ്റിയാ. യെസ്, അങ്ങനെയാണെങ്കിൽ IRS ആരാ? ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് AFC കർവ്? യെസ്, AFC കർവിന്റെ ഷേപ്പ് എന്താണ് മക്കളെ? AFC കർവിന്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. AFC. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് AFC കർവ്? 1 വേർഡ് ചോദിക്കുക. അതിൻ്റെ ഷേപ്പിൻ്റെ പേര് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. കേട്ടിട്ടുണ്ടാവോ? ഓക്കെ, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇതാണ് നമ്മുടെ AFC കർവിൻ്റെ ഷേപ്പ്.
ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോകും. കുറച്ച് കഴിഞ്ഞ് അത് ഇങ്ങനെ പൊന്തും കേട്ടോ. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. ഷേപ്പ് ഓഫ് ദ AFC കർവ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് മക്കളെ. ഇതിന്റെ ഇലാസ്റ്റിസിറ്റി ചിലപ്പം 1 വേർഡ് ചോദിച്ചാൽ ഇത് ക്ലബ് ചെയ്തിട്ടാണ് കേട്ടോ. ഇലാസ്റ്റിസിറ്റി എന്താന്ന് ചോദിച്ചാൽ 1 ആണ്, മറന്നു പോണ്ട. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ കർവ്സ്. ഈ കർവിനെ ഐഡന്റിഫൈ ചെയ്യാനാ മക്കളെ. ഇത് ഹൊറിസോണ്ടൽ ഇങ്ങനെ പോകുന്ന കർവ് TFC ആണ്. ഒന്നിനും വ്യത്യാസമില്ല, അങ്ങോട്ട് എഴുതി വെച്ചോളൂ. TFC ഹൊറിസോണ്ടൽ ടു X ആക്സിസ് എപ്പോഴും എന്താണ്? TFC കർവ് ആണ്. 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കർവ് ഉണ്ട്, അത് TVC ആണ്. 0 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ TVC. TFCയുടെയും TVCയുടെയും ഏറ്റവും മുകളിൽ, ഇതല്ല ഏറ്റവും മുകളിൽ, അത് കിടക്കുന്ന ഏതാ? C ആണ്, അത് TC ആണ്. TC എപ്പോഴും മുകളിലേക്ക് കിടക്കൂ, കാരണം ഇറ്റ് ഈസ് എ സമേഷൻ ഓഫ് ദിസ് ആൻഡ് ദിസ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാലാ ഇത് കിട്ടുക. അപ്പൊ ഇതിന്റെ വാല്യൂ എപ്പോഴും വലുതായിരിക്കുമല്ലോ കേട്ടോ. ഇതാണ് ഐഡന്റിഫൈ ദ കർവ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, അവിടെ ഒരു മിനിറ്റ്. വെൻ പ്രൊഡക്ഷൻ ഈസ് 0, പ്രൊഡക്ഷൻ ഒന്നുമില്ല, വാട്ട 0. വെൻ പ്രൊഡക്ഷൻ ഈസ് 0 എന്തായിരിക്കും TC? എന്തായിരിക്കും TC? TC എന്ന് പറയുന്നത് TFC ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതായത് പ്രൊഡക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ TVC 0 ആണ്. അതായത് TC എന്ന് പറയുന്നത് TFC പ്ലസ് TVC ആണ്, അല്ലേ? അല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്ക്, വെൻ പ്രൊഡക്ഷൻ ഈസ് 0, അങ്ങനെയാണെങ്കിൽ TVC 0യാ. പ്രൊഡക്ഷൻ 0 ആകുമ്പോൾ TVC എന്താണ്? 0യാ. അങ്ങനെയാണെങ്കിൽ TC ഈക്വൽ ടു വാട്ട്? TFC ആയിരിക്കൂലേ? കണ്ടോ? ഇത് പഠിച്ചു വെച്ചോ. 1 വേർഡ് എങ്ങനെയാണെങ്കിലും കാലയ്ക്ക് പിഴിഞ്ഞ് ചോദിക്കു വരും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കയറുകയാണ് നമ്മുടെ 8 മാർക്കിൻ്റെ essay. നോക്കിക്കോളൂ, ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും essay ക്വസ്റ്റ്യൻ. ഓക്കെ, കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഹലോ, നമ്മൾ വേറെ ഡിസ്കഷനാ. നമുക്ക് വാട്ട് എ ബ്യൂട്ടിഫുൾ ഐഷ്, അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ഡിസ്കഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹലോ, ആർ യു ഹിയർ? യെസ്, നമുക്ക് നോക്കാം. അതിന് കാൽക്കുലേറ്റർ എടുത്ത് ഞാനിവിടെ ആദ്യം അങ്ങോട്ട് പ്രതീക്ഷിക്കട്ടെ കേട്ടോ. നമുക്ക് ഇതില്ലാതെ ഒരു വഴിക്കില്ല. നാളെ ക്ലാസ്സിൽ പോകുമ്പോൾ കാൽക്കുലേറ്റർ, സ്കെയില് അങ്ങനെ വേണം കേട്ടോ. നൗ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, TC തന്നിട്ടുണ്ട്. നമുക്ക് TFC കാണണം, TVC കാണണം, MC, AC, AFC, AVC എല്ലാം കാണണം. ക്ലിയർ ആയോ? ഓ മൈ ഗോഡ്, വാട്ട് എ പ്രോബ്ലംസ്. പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മക്കളെ, ഔട്ട്പുട്ട് 0 ആകുമ്പോൾ, മിസ് നേരത്തെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TVCയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു സംശയം വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 0, നേരെ ചാടിക്കയറി TVC 0 എന്ന് എഴുതിക്കൊള്ളുക, നോ ചേഞ്ച്. പിന്നെ TFCയുടെ ഒരു വാല്യൂ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പിന്നെ ഒന്നും നോക്കണ്ട, ഓക്കെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? 60, 60, 60, 60. കാരണം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് സെയിം. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സെയിം ആണ്. ക്ലിയർ? അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് എഴുതി. ഇനി ഈ TC കാണേണ്ട ഫോർമുല എന്താണെന്നറിയോ? TFC പ്ലസ് TVC. ഇത് രണ്ടും കൂടെ കൂട്ടിയാലാണ് ഇതൊക്കെ കിട്ടേണ്ടത്, അല്ലേ? നോക്ക് മക്കളെ, 60 പ്ലസ് 0 60. ഹായ്, കിട്ടി. അടുത്തത് 60 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ ടു 100. എത്രയാ വേണ്ടത്? 40 ആണല്ലോ. 60ൻ്റെ കൂടെ 40 കൂട്ടിയാലല്ലേ മക്കളെ 100 കിട്ടുക, അല്ലേ? അടുത്തത് 60ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ 120 കിട്ടും? 60 അല്ലടോ. അടുത്തത് 60ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ 130 കിട്ടും? 70 അല്ലേ? ഇനി 60ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ 160 കിട്ടും? 100. അടുത്തതോ 160 അല്ലേ? അതായത് ഇതിൻ്റെ അകത്ത് ഇത് അങ്ങോട്ട് മൈനസ് ചെയ്താൽ ഇത് കിട്ടും. കാരണം TC എന്ന് പറയുന്ന സാധനം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. കണ്ടോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് കിട്ടും, കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ തെറ്റാണ്. ഇനി അടുത്തത് MC എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരിക്കും ഇറ്റ് ഈസ് ദ അഡീഷൻ ടു TC ആ മക്കളെ. അതായത് TCയിലേക്ക് വരുന്ന വർധനവ്. ആദ്യത്തെ നിങ്ങൾ ബ്ലാങ്ക് ആക്കിക്കോ, ഒന്നും നോക്കണ്ട. 60 100ലേക്ക് വന്ന വർധനവ് 40. അയ്യോ 40, ഇതെന്താ എഴുത്താത്ത? 40 അല്ലേ? 100 120ലേക്ക് വന്ന വർധനവ് എത്രയാ? 20. അയ്യോ 20. 120 130ലേക്ക് എത്രയാ വർധനവ്? 10.
അല്ലേ? 130 160 വന്ന അഡീഷൻ 30, 160 220 വന്ന അഡീഷൻ 60. കണ്ടോ? ഓരോന്നിലേക്കും വരുന്ന വർധനവാണ് മക്കളെ നമ്മുടെ എന്ത് MC. അത് കിട്ടി. കഴിഞ്ഞു, ഫിനിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, നൗ കംസ് AC. മക്കളെ AC കാണേണ്ട ഫോർമുല എന്താ അറിയോ? TC ഡിവൈഡ് ബൈ Q ചെയ്യണം ഏട്ടാ. TC ഡിവൈഡ് ബൈ Q, അല്ലെങ്കിൽ AFC പ്ലസ് ABC ചെയ്താലും മതി. പക്ഷെ ഞാൻ ആദ്യം നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഈ TCനെ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഡിവൈഡ് ചെയ്യാൻ പോവാ. ഇതുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. 60 ഡിവൈഡഡ് ബൈ 0 0, ഞാൻ ബ്ലാങ്ക് ആക്കി. 100 ഡിവൈഡഡ് ബൈ 1 100, 120 ഡിവൈഡ് ബൈ 2 60 അല്ലേ? അടുത്തത് 130 ഡിവൈഡഡ് ബൈ 3 gives you 43.3 അല്ലേ? അടുത്തത് 160 ഡിവൈഡഡ് ബൈ 4 40. അടുത്തത് 220 ഡിവൈഡഡ് ബൈ 5 എത്രയാ? 44. അതായത് ഈ കാണുന്ന TCനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് AFC അല്ലേ? AFC കാണാൻ എന്ത് ചെയ്താൽ അറിയോ? TFC ഡിവൈഡഡ് ബൈ Q. TFC ഡിവൈഡഡ് ബൈ Q. മക്കളെ ഏതാ TFC? ദേ കിടക്കുന്ന TFC അല്ലേ? അതിനെന്ത് ചെയ്യണം? ഇതുകൊണ്ടൊക്കെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തേക്കുക. ഓക്കെ, 60 ഡിവൈഡ് ബൈ 0 ഒന്നുമില്ല, 0. 60 ഡിവൈഡ് ബൈ 1 60. അടുത്തത് 60 ഡിവൈഡ് ബൈ 2 എത്രയാ? 30 അല്ലേ? 60 ഡിവൈഡ് ബൈ 3 20 അല്ലേ? അടുത്തത് 60 ഡിവൈഡഡ് ബൈ 4 എത്രയാ? 15. അടുത്തത് 60 ഡിവൈഡ് ബൈ 5 എത്രയാ? 12 അല്ലേ? 12. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് ABC. ABC കാണേണ്ട ഫോർമുല എന്താ? TVC ഡിവൈഡഡ് ബൈ Q. എവിടെ നമ്മുടെ TVC? TVC എവിടെ? ഇതാ കിടക്കുന്നത്. ഓ, മിണ്ടാതിരിക്കുകയാണ് TVC. ഈ TVCനെ ഇതുകൊണ്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 0 ഡിവൈഡ് ബൈ 0 0. ഓക്കെ, അടുത്തത് 40 ഡിവൈഡ് ബൈ 1 40 അല്ലേ? അടുത്തത് 60 ഡിവൈഡ് ബൈ 2 30. അടുത്തത് 70 ഡിവൈഡഡ് ബൈ അല്ലടോ 70 ഡിവൈഡഡ് ബൈ 3 23.3. അടുത്തത് 100 ഡിവൈഡഡ് ബൈ 4 കഴിഞ്ഞു കേട്ടോ, 25. അടുത്തത് 160 ഡിവൈഡഡ് ബൈ 5 gives you 32. കണ്ടോ? ഇത്രയും കോളം ഫില്ല് ചെയ്യുന്നതിന് മാർക്കുണ്ട്. ഓരോ കോളത്തിനും എന്തുണ്ട്? ഓരോ മാർക്ക് വീതം ഉണ്ടാവും കേട്ടാ. ഇത് പഠിച്ചു പോവും. ഇത് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ 8 മാർക്കിൻ്റെ ഒരു എസ്സേ. നിങ്ങൾ നോക്കിക്കോ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടേബിൾ ഉണ്ടാവും. നിങ്ങൾ ഞെട്ടും. ഇങ്ങനെ ഉണ്ടാവും, ഉറപ്പാ. ഇതില്ലാത്ത ഇല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ചാപ്റ്ററിൽ ഒരു 8 മാർക്കിൻ്റെ എസ്സേ ഇതിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ദ ടേബിൾ മറന്നു പോകണ്ട കേട്ടോ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. ഇത് മിസ് ചെയ്തു തന്നെ തന്നെയാണ്. റൈറ്റ് എനി 3 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് SMC. എന്താണ് SACയും SMCയും തമ്മിലുള്ള 3 റിലേഷൻഷിപ്പ് എഴുതാനാ. ഓക്കെ, SAC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, SMC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. മക്കളെ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ആ ഒരു ഡയഗ്രാം ഒന്ന് അങ്ങോട്ട് ഓർമ്മ വരുമോ? ആർക്ക് വരാൻ അല്ലേ? ഇവിടെ ഞാൻ മാർക്ക് ചെയ്തത് SAC, ഇവിടെ SMC Y ആക്സിസിൽ, X ആക്സിസിൽ ഇൻപുട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, നോക്കിക്കുക, ക്വാണ്ടിറ്റി മതി. ഓക്കെ, ഇനി ഞാൻ ആദ്യം വരച്ചു SAC. SACയുടെ ഷേപ്പ് U ഷേപ്പാണ് കേട്ടോ. അത് ഓർമ്മ വേണേ, ഇറ്റ് ഈസ് U ഷേപ്പാണ്. ആദ്യം AC ഒക്കെ താന്ന് വരും, കോസ്റ്റ് ഒക്കെ കുറഞ്ഞു വരും, പക്ഷെ പിന്നീട് അങ്ങോട്ട് കൂടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ SMC വരയ്ക്കുക. SMC വരയ്ക്കുമ്പോൾ SACയുടെ ലോവസ്റ്റ് പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ലോവസ്റ്റ് പോയിന്റിൽ വെച്ച് കട്ട് ചെയ്ത്, ഇതാണ് നമ്മുടെ SMC. കണ്ട, ഇങ്ങനെയാണ് കേവ് ഉണ്ടാവുക. ഇത് ചിലപ്പോൾ തെറ്റിച്ച് തരും,
കാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് SACയുടെ ലോവസ്റ്റ് പോയിന്റിൽ വെച്ചിട്ട് വേണം MC കട്ട് ചെയ്യാൻ. ചിലപ്പോൾ ഇവിടെയൊക്കെ വെച്ച് കട്ട് ചെയ്യും, അതൊക്കെ തെറ്റാണ്, ഡയഗ്രാം തെറ്റാ. ചിലപ്പോൾ തെറ്റിച്ച ഡയഗ്രാം എന്നിട്ട് കറക്റ്റ് ചെയ്യൂ എന്ന് പറയാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, SAC ആദ്യം വരയ്ക്കുക, അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ വെച്ചിട്ട് SMC കട്ട് ചെയ്യുക. ഇനി മക്കളെ 3 റിലേഷൻഷിപ്പ് എഴുതണം. ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്താ? തുടക്കം നോക്ക്, രണ്ടും കുറയുന്നു. അതായത് SMC ഈസ് ഡിക്രീസിങ്, SAC ഈസ് ഓൾസോ ഡിക്രീസിങ്. ആണോ? തുടക്കം ഇതും കുറഞ്ഞു, ഇതും കുറഞ്ഞു അല്ലേ? പക്ഷെ ആരാ മുകളിൽ കിടക്കുന്നത്? SAC എബവ് അല്ലേ? SAC അല്ലേ മുകളിൽ കിടക്കുന്നേ? ഇതാ ഈ കേവല്ലേ മക്കളെ? അയ്യോ എന്തോ പിടിച്ചു തിരിച്ചു. യെസ്, ഇതല്ലേ മുകളിൽ കിടക്കുന്നേ SAC. ഇവിടെ ഒരു പോയിന്റ് കണ്ടോ? കണ്ടോ ഇവിടുത്തെ പോയിന്റിൽ എന്താ പ്രത്യേകത അറിയോ? SMC ഈക്വൽസ് SAC ആണ്. അതായത് ഈ ഒരു പോയിന്റ് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകുന്നില്ലേ, രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നില്ലേ? ആ പോയിന്റിൽ SMCയും SACയും ഈക്വലാണ്, രണ്ടിൻ്റെയും വാല്യൂ ഒന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും കൂട്ടിമുട്ടുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SAC മിനിമമാ. SAC എന്തായിരിക്കും? മിനിമം. മക്കളെ ഇത് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? SMCയും ACയും ഈക്വൽ ആവുന്ന സമയത്ത് SAC ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ്. എപ്പോഴും ശ്രദ്ധിച്ചോളൂ, SAC മിനിമം മിനിമം മിനിമം. SACയുടെ മിനിമത്തിൽ വെച്ചാണ് എന്ത് കട്ട് ചെയ്യുക? MC കട്ട് ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ റിലേഷൻഷിപ്പ്. മൂന്നാമത്തെ റിലേഷൻഷിപ്പിൽ എന്താ സംഭവിക്കുന്നത്? രണ്ടും കൂടുന്നു. SMC ഈസ് ഇൻക്രീസിങ്, SAC ഈസ് ഇൻക്രീസിങ്. കണ്ടോ? ടാങ് രണ്ടും കൂടുന്നു. പക്ഷെ ആരാ താഴെ? താഴെ കിടക്കുന്നത് പാവം നമ്മുടെ SAC അല്ലേ? SAC ലൈസ് ബിലോ. ഇതാണ് 3 റിലേഷൻഷിപ്പ്. സാധാരണ ഇത് ബൈഹാർട്ട് പഠിച്ചാരും പോകാറില്ല. ഈ ഡയഗ്രാം എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കിട്ടും. മിസ് പറഞ്ഞല്ലോ ഇവിടെ ഇതുണ്ട് കേട്ടോ, ഈ ഒരു വൺ വേർഡ് ഇവിടെ പ്രതീക്ഷിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിൻ്റെയാണ്. കറക്റ്റ് മിസ് പറഞ്ഞു 8:30 ഞാൻ തീർക്കും. വൈ നോ മോർണിംഗ് ക്ലാസ്? I too don't know. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്ത്. മിസ്സിന് ലാസ്റ്റ് മക്കളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതുവരെ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്ന് ജോയിൻ ചെയ്യുക. ഈ നമ്മുടെ ഈ ബാച്ച് ലൈവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോസ് ആണ്. ഓരോ ടോപ്പിക് വൈസ് 10 മിനിറ്റ്സ്, മാക്സിമം 15 മിനിറ്റ്സ്, 20 മിനിറ്റ്സിൻ്റെ ഷോർട്ട് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൽ മൾട്ടിപ്പിൾ ചോയ്സോ അല്ലെങ്കിൽ എങ്ങനെ എന്തായാലും ആ ഒരു ഡിസ്കഷനും ഉണ്ടായിരിക്കും. അതുപോലെ PYQ വീഡിയോസ് ആൻഡ് സൊല്യൂഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ എന്തുണ്ട്, നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന പല ഇയേഴ്സിൽ മോഡൽ എക്സാമിനേഷനും അതുപോലെ നമ്മുടെ ബോർഡ് എക്സാമിനേഷനും ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് വേറെ തന്നെ സെഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ബാച്ചിൽ ലൈവ് ക്ലാസ് പോകുന്നുണ്ട്. നമ്മൾ ഈവനിങ് ഒരു 1 hour അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷനിൽ നമ്മൾ കുട്ടികൾക്ക് ഒരു എന്താ പറയുക ഡിസ്കസ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു ലൈവ് സെഷനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ചാപ്റ്റർ വൈസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺലൈനായിട്ട്. അതേപോലെ മക്കളെ നിങ്ങൾക്കൊരു ഫുൾ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഇതിലെല്ലാം തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് സോൾവ്ഡ് ആണ്, എല്ലാം കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ ഫ്രീഡം ഓഫറാണ് കേട്ടോ, ഇൻഡിപെൻഡൻസ് ഡേ ഓഫറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് എമൗണ്ട് ഒക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഓഫറാണ്, 10% ഓഫറാണ്, ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഓക്കെ, ജോയിൻ ചെയ്യുക ബാച്ചിൽ. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ദിസ് നമ്പർ ഉണ്ട്, ഇതിൽ വിളിച്ച് അന്വേഷിക്കുക. ഓക്കെ, എന്നിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ദ ക്ലാസ് ഈസ് ഓവർ. ഓക്കെ, ക്ലാസ് ഫിനിഷ് ചെയ്തു. ഓക്കെ, സോ നാളെ രാവിലെയാണ് നിങ്ങളുടെ എക്സാം. അതിനോ അപ്പോൾ രാവിലെ എക്സാം, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ, ചില ഇതിൽ എടുത്ത ചില സാധനങ്ങളൊക്കെ നിങ്ങൾ അതിൽ കാണും. ഓക്കെ, സെൻട്രൽ പ്രോബ്ലംസ്, അതേപോലെ മൈക്രോ ആൻഡ് മാക്രോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ബഡ്ജറ്റ് ലൈന്, കൺസ്യൂമർ ഈക്വിലിബ്രിയം. ഓക്കെ, അതേപോലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഒരു പ്രോബ്ലം, അതുപോലെ ഈ ടേബിൾ മിസ് പറഞ്ഞ TFC TVC ടേബിള്, ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഐ ആം വെരി ഷുവർ. ഓക്കെ, പക്ഷേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം? വായിച്ചു നോക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം. ആരും ചെയ്യാത്തതാണ്, ഇപ്പോഴത്തെ ട്രെൻഡാന്ന് തോന്നുന്നു.
ക്വസ്റ്റ്യൻ 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈമിൽ എനിക്ക് തോന്നുന്നു അത് കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള ടൈമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കണം. 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, സെൻ ടീച്ചർ ഡൗട്ട്. വാട്ട്സ് യുവർ ഡൗട്ട്? അർജുൻ ചോദിക്ക്, എനിക്ക് പോകണം. നോട്ട്സ് എന്താ വേണ്ടേ? എനി ഡൗട്ട്? ടീച്ചർ ഡൗട്ട് എന്ന് ചോദിച്ചു, പക്ഷേ ഡൗട്ട് കാണാനില്ല. അപ്പം ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. സോ വേഗം ചോദിക്ക് കമാൺ. ഡൗട്ടില്ലേ? എന്നോടല്ലേ അർജുൻ? ഓ ഡിയർ, വേർ ആർ യു? നോട്ട്സ് തരും കേട്ടോ, നോട്ട്സ് ഇപ്പം അയക്കും. ബാച്ചിലർ കുട്ടികൾക്ക് ഇപ്പം ഇതിൻ്റെ നോട്ട്സ് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. സോ ടീച്ചർ നെയിം ഈസ്? എൻ്റെ പേരാണോ ചോദിക്കുന്നത്? എൻ്റെ പേര് അവിടെ ചില പിള്ളേർക്കൊക്കെ അറിയാം. എൻ്റെ സ്ഥിരം ബാച്ചിലെ മക്കളുണ്ട് അതിനകത്ത്, അവർക്കറിയാം. എഴുതിക്കോളൂ. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. യു റൈറ്റ്, ഓക്കെ വെയിറ്റ്. ഇഫ് യു റൈറ്റ് SC MC ഇൻസ്റ്റെഡ് ഓഫ് SAC SMC മതിയോ? ഷുവർ. അതൊരു ഡൗട്ട് മോനെ. SAC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ കേട്ടോ. അതിൻ്റെ അത് ഷോർട്ട് റൺ ആഡ് ചെയ്തേ ഉള്ളൂ. SMC അതിൻ്റെ നമ്മൾ ഷോർട്ട് റൺ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി SMC SAC എന്ന് കണ്ട ഈശ്വര തലയിറങ്ങി വീഴൊന്നും വേണ്ട. ദാറ്റ് സെയിം ആസ് കേട്ടോ, സെയിം ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഷോർട്ട് റണ്ണ് ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ S എന്ന് ഉദ്ദേശിച്ചത്. കാരണം നമുക്ക് ഷോർട്ട് റണ്ണിൽ മാത്രമേ ഇത് സമ്മാനങ്ങൾ. ഓക്കെ ദെൻ ചിൽഡ്രൻ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, എഴുതുക, നല്ലോണം പഠിക്കുക പോയിട്ട്. ഇനിയുള്ള സമയം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ബൈ.